എന്നോടൊപ്പം വി അരുൺ ആദ്യം ചേരുന്നുണ്ട്. ഞാൻ പ്രേക്ഷകരിലേക്ക് വരാം. ആദ്യം വി അരുൺ, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കും. ഇപ്പോൾ നിയമസഭാ കക്ഷി യോഗമാണ് ചേരേണ്ടത്. ആ യോഗത്തിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെ? വി സതീശൻ കെ ആൻ്റണിയെ കണ്ടു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു പുതിയ സർക്കാരിലേക്കുള്ള ചുവടുവയ്പ്പുകൾ? മനു, കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനകം ആരംഭിക്കും. നിയമസഭയ്ക്കുള്ളിൽ നിയമസഭാ അനക്സിലെ ഹാളിലാണ് കക്ഷിയോഗം ചേരുക. അവിടേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. നേരത്തെ KPCC ആസ്ഥാനത്ത് യോഗം ചേരാനാണ് ആലോചിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം അത് നിയമസഭയ്ക്കുള്ളിലേക്ക് മാറ്റുകയായിരുന്നു. ഏതായാലും 63 MLA-മാരാണ് പങ്കെടുക്കേണ്ടത്. എത്ര പേർ പങ്കെടുക്കുമെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. രമേശ് ചെന്നിത്തല ഏതായാലും നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അദ്ദേഹം കടുത്ത അതൃപ്തിയിലാണുള്ളത്. പക്ഷേ നിയമസഭാ കക്ഷി യോഗത്തിൽ എടുക്കുന്ന തീരുമാനത്തിന് പിന്തുണ അറിയിച്ച് രമേശ് ചെന്നിത്തല അതിനകത്ത് കത്ത് നൽകിയിട്ടുണ്ട്. അതായത് VD സതീശനെ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കും. അതാണ് ഈ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. കോൺഗ്രസിന്റെ നിയമസഭാ പാർട്ടിയുടെ നേതാവായി VD സതീശനെ തെരഞ്ഞെടുക്കണം. നിയമസഭാ കക്ഷി നേതാവാണ് മുഖ്യമന്ത്രി ആകേണ്ടത്. അതാണ് ഇവിടെ ഔദ്യോഗികമായി നടക്കേണ്ട ഏതായാലും ഈ രമേശ് ചെന്നിത്തല ഇതിൽ പങ്കെടുക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നുണ്ടോ? അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ആയിക്കഴിഞ്ഞോ? അതോ അവസാന നിമിഷം വന്നു കയറാനുള്ള സാധ്യത ഉണ്ടോ? മനു, ഇതുവരെ ലഭിക്കുന്ന വിവരമനുസരിച്ച് രമേശ് ചെന്നിത്തല യോഗത്തിൽ പങ്കെടുക്കില്ല. അദ്ദേഹം ഇവിടെ നിന്ന് ഹരിപ്പാട്ടേക്ക് പോയി എന്നാണ് നേരത്തെ പുറത്തു വന്ന വാർത്തകൾ. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിൽ തന്നെ ഉണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ജ്യോതികുമാർ ചാമക്കാലയും അടക്കമുള്ള ചെന്നിത്തല അനുകൂലിക്കുന്ന MLA-മാരും അവിടെ അദ്ദേഹത്തിന്റെ വസതിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡാൻ കുര്യൻ അവിടെ നിന്ന് രമേശിന്റെ വസതിക്ക് മുമ്പാകെ ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ ഡാൻ ലഭ്യമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും നമുക്ക് ലഭിക്കുന്ന വ്യക്തമായ സൂചന അനുസരിച്ച് രമേശ് ചെന്നിത്തല ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ല. പകരം അദ്ദേഹം ഈ പിന്തുണ കത്ത് നൽകും. അതായത് VD സതീശനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുന്ന യോഗത്തിന്റെ തീരുമാനത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കത്ത് രമേശ് ചെന്നിത്തല നൽകും. അങ്ങനെ വരുമ്പോൾ 63 MLA-മാരാണ് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയിൽ ഉള്ളത്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് 63 പേരുണ്ട്. 3 സഹോദരന്മാർ, പിന്നീട് മറ്റ് പാർട്ടികൾ LDF CPM വിമതന്മാരടക്കം 3 പേരുമുണ്ട്. ഏതായാലും രമേശ് ചെന്നിത്തല കത്ത് നൽകും. 63 പേർ പങ്കെടുക്കേണ്ട യോഗമാണ്. MLA-മാർ ഇവിടേക്ക് എത്തുന്നതേ ഉള്ളൂ. യോഗം ആരംഭിച്ചിട്ടില്ല. 4 മണി പറഞ്ഞ ഒരുപക്ഷെ കുറച്ചുകൂടി വൈകാനിടയുണ്ട്. നേരത്തെ KPC ആസ്ഥാനത്ത് പോയ ശേഷമാണ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ കെ ആന്റണി, മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ ആന്റണിയെ കണ്ടത്. VD സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാന ലബ്ധിയിലടക്കം കെ ആന്റണി നിലപാടുകൾ നിർണായകമായി മാറി എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. കെ ആന്റണിയോട് അഭിപ്രായം ലഭിച്ച ശേഷം മാത്രമേ ഹൈക്കമാൻഡ് കേരളത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാറുള്ളൂ. ഇവിടെയും അതുണ്ടായി. അവിടെ കെ ആന്റണിക്ക് നിർദ്ദേശമാണ് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കൂടി കേൾക്കണമെന്നുള്ളത്. നിയമസഭാ കക്ഷിയിലെ പിന്തുണയോ അല്ലെങ്കിൽ മറ്റ് സമവാക്യങ്ങൾ മാത്രം പരിഗണിക്കാതെ മുതിർന്ന നേതാക്കളുടെ കൂടി അഭിപ്രായം തേടണം. അവിടെയാണ് VM സുധീരൻ അടക്കമുള്ള നേതാക്കൾ, കൊടിക്കുന്ന് സുരേഷിനെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ VD സതീശന് അനുകൂലമായ നിലപാടെടുത്തത്. നിയമസഭാ കക്ഷി പിന്തുണ മാത്രമല്ല, MLA-മാരുടെ നമ്പർ മാത്രമല്ല നോക്കേണ്ടത്, ജനവികാരം കൂടി മാനിക്കേണ്ടതുണ്ടെന്ന അഭിപ്രായം ആ ചർച്ചയിലൂടെയാണ് ഉരുത്തിരിഞ്ഞത്. ഒരുപക്ഷെ ഈ KC വേണുഗോപാൽ എന്ന പേരിൽ നിന്ന് VD സതീശനിലേക്ക് അത് ടേൺ ചെയ്തത് ഒരുപക്ഷെ ഈ കെ ആന്റണി കൂടി ഇടപെടലിന്റെ ഫലമായിരിക്കാം. കെ ആന്റണിക്ക് നേരിട്ട് നന്ദി പറയാനാണ് സതീശൻ അദ്ദേഹത്തെ നേരത്തെ വസതിയിൽ സന്ദർശിച്ചത്. അതിനുശേഷം അദ്ദേഹം അല്പസമയത്തിനകം ഇവിടെ ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ നിയമസഭാ മന്ദിരത്തിലേക്ക് വരും. 7 മണിക്കാണ് ഗവർണറെ കാണുന്നത്. മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് UDF നേതാക്കൾ ഗവർണറെ കാണുന്നത്. KPC അധ്യക്ഷൻ അടക്കമുള്ളവർ നിയുക്ത മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ടാകും. ഘടകകക്ഷികളിലെ പ്രധാനപ്പെട്ട നേതാക്കളും ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഇന്ന് പങ്കെടുക്കുന്നതിന് അവർക്ക് ഇവിടെ എത്താനുള്ള അസൗകര്യം അറിയിച്ചിട്ടുണ്ട്. ഗവർണറെ കണ്ട് ഈ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദവും MLA-മാരുടെ പിന്തുണ കത്തും കൈമാറും. അതിനുശേഷമാകും സത്യപ്രതിജ്ഞാ തീയതിയിൽ അന്തിമ തീരുമാനമുണ്ടാകുക. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം സെൻട്രൽ സ്റ്റേഡിയത്തിൽ 10,000-കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്ന വലിയ ആഘോഷമായി സത്യപ്രതിജ്ഞ ചടങ്ങ് മാറ്റാനാണ് കോൺഗ്രസ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നാളെ സത്യപ്രതിജ്ഞയ്ക്കുള്ള സമയമില്ല. ശനിയും ഞായറും ഒക്കെ വിശ്വാസപരമായ ചില കാര്യങ്ങളാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. രാവിലെ
രാവിലെ സ്വാഭാവികമായും സത്യം പറഞ്ഞ ഞായറാഴ്ച രാവിലെ എളുപ്പമല്ല, ചില വിശ്വാസപരമായ കാരണങ്ങൾ കൊണ്ട് അത് എളുപ്പമല്ല എന്ന് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. പിന്നീട് വൈകുന്നേരമാണ് നടക്കേണ്ടത്. പക്ഷേ വൈകുന്നേരം കാലാവസ്ഥ പ്രതികൂലമാകുമോ എന്ന ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് തിങ്കളാഴ്ചയിലേക്ക് പോകുന്നത്. 18-ാം തീയതി വരെ ഗവർണർ ഇവിടെ ഉണ്ടാകും, തിരുവനന്തപുരത്തുണ്ടാകും. 19-ാം തീയതി അദ്ദേഹം തൃശ്ശൂരാണ്. അതിനുശേഷം അദ്ദേഹത്തിന് തമിഴ്നാട്ടിലേക്കും പോകേണ്ടതുണ്ട്. തമിഴ്നാട്ടിലൂടെ ചുമതല വഹിക്കുന്ന ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അതുകൊണ്ട് 18-ാം തീയതി വരെ മാത്രമേ അദ്ദേഹം ഇവിടെ ഉണ്ടാവുകയുള്ളൂ. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ സത്യം പറഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ഏതായാലും ഗവർണറെ നിയുക്ത മുഖ്യമന്ത്രിയും നേതാക്കളും കാണുമ്പോൾ സത്യപ്രതിജ്ഞയുടെ കാര്യത്തിൽ അന്തിമ ധാരണയുണ്ടാകും, തീരുമാനമുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔദ്യോഗികമായ നടപടിക്രമമാണ് ഇന്ന് നടക്കേണ്ടത്. അല്പസമയത്തിനകം നിയമസഭാ കക്ഷി യോഗം ആരംഭിക്കും. കോൺഗ്രസിന്റെ MLA-മാരിൽ എത്ര പേർ പങ്കെടുക്കും? രമേശ് ചെന്നിത്തല മാറുന്നാൽ 62 MLA-മാരും പങ്കെടുക്കാൻ തന്നെയാണ് സാധ്യത. മുഴുവൻ MLA-മാരോടും നേരിട്ടെത്താൻ നിർദ്ദേശം നൽകിയിരുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് ആദ്യം നിശ്ചയിച്ച യോഗമാണിത്. ഹൈക്കമാൻഡ് പ്രതികൾ എത്തുമെന്ന വിവരത്തെ തുടർന്ന് പിന്നീട് മാറ്റുകയായിരുന്നു. ഏതായാലും ഹൈക്കമാൻഡ് പ്രതികൾ 4 മണിക്ക് ശേഷം മാത്രമേ തിരുവനന്തപുരത്ത് ചാർട്ടേഡ് വിമാനത്തിൽ എത്താനിടയുള്ളൂ. എങ്കിലും ഒരുപക്ഷെ അതുകൊണ്ടുകൂടിയാകാം ഇപ്പോൾ യോഗം വൈകുന്നത്. ഏതായാലും യോഗം ആരംഭിച്ചിട്ടില്ല. നിയുക്ത മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടില്ല. MLA-മാർ മാത്രമാണ് ഇതിനകം അകത്തേക്ക് പോയത്. അല്പം കൂടി വൈകി യോഗം ആരംഭിക്കാനാണ് ഇപ്പോഴത്തെ സാധ്യത. വ്യക്തമാണ് അരുൺ. അപ്പോൾ നമുക്ക് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ അവിടെ നിന്ന് അരുൺ MLA-മാർ എത്തുമ്പോൾ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ കൊച്ചിയിലെ ചില തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അവിടെ വി ഡി സതീശൻ്റെ അതുമായി ബന്ധപ്പെട്ട ആഘോഷം നടക്കുകയാണ്. വി ഡി സതീശൻ്റെ പേര് പ്രഖ്യാപിക്കപ്പെട്ടതിനെ തുടർന്ന് മുഖ്യമന്ത്രി ആക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചതിനെ തുടർന്നൊക്കെയുള്ള ആഘോഷങ്ങൾ, ആൾക്കൂട്ടം തെരുവിലേക്കൊക്കെ ഇറങ്ങി നൃത്തം ചവിട്ടുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതികരണങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നു ആജ്ഞ അവിടെ നിന്ന് തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഏതായാലും ഞാൻ 2 പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ടിട്ട് ആജ്ഞയിലേക്കൊക്കെ വരാം. സെബീന, ആദ്യ ദിവസം തന്നെ ഒരു ചെറിയ കല്ലുകടി രമേശ് ചെന്നിത്തല യോഗത്തിനില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അവസാനം വന്നേക്കാം എന്നാണ് ചിലർ എന്നോട് പറയുന്നത്. ഇത് വലിയ വെല്ലുവിളിയാകുമോ വി ഡി സതീശന് മുന്നിൽ? ഗുഡ് ഈവനിങ് മനു. ഗുഡ് ഈവനിങ്. ഇതില് ആദ്യമായിട്ട് സന്തോഷം ഉണ്ട്, അതിനപ്പുറത്തൊരു ആശ്വാസവും ഉണ്ട്. കാരണം ഒരു മുഖ്യമന്ത്രി വന്നല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ്. ഇനിയിപ്പോ തമിഴ്നാട്ടിലൊരു വിജയിയാണെങ്കിൽ കേരളത്തിലൊരു രജനികാന്ത് വന്ന ഒരു സ്റ്റൈലിലാണ് ഇപ്പോ വി ഡി സതീശൻ വന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ആൾക്കാർക്കൊക്കെ അത്രയും വലിയൊരു സന്തോഷം അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഇതിലേറ്റവും ഇതിന്റെ ഒരു ഡിലേ ചെയ്തതിൽ ഹൈക്കമാൻഡിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഇന്നഫിഷ്യൻസി ഉണ്ട്. അവരുടെ ഡിസിഷൻ മേക്കിങ്ങില് ഭയങ്കര ലാഗാണ് എന്നുള്ളതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി. ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് വലിയൊരു ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഭയങ്കര പോറാണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത ഒരു ഇലക്ഷനും കൂടെയായിരുന്നു. അതെ, അതിനേക്കാൾ ഉപരി ഇതിൽ ഏറ്റവും കൂടുതൽ ഫേവർ ഉള്ളത് വി ഡി സതീശന് തന്നെയാണ്. കാരണം അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആൾക്കാരിൽ ഈ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം നേരത്തെ നോക്കിയ കണക്ക് അത്രയും സൗന്ദര്യം കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇല്ല എന്ന് കൂടെ മനസ്സിലാക്കിയതാണ്. പലരുടെയും മുഖങ്ങൾ കാണുമ്പോൾ വി ഡി സതീശനെ ഇത് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് കൂടെയുള്ളവരുടെ ആരുടെയും മുഖത്ത് അത്ര വലിയൊരു സന്തോഷം ഇവർ പറഞ്ഞ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഒന്നും ഞാനവിടെ കണ്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് ഇത്രയും ഡിലേ ആയത്. ആ സൗന്ദര്യം ഈ വി ഡി സതീശനെ CM ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് കൂടെയുള്ള ആരിലും കണ്ടില്ല. അതിന്റെ വലിയൊരു ഉദാഹരണമാണ് രമേശ് ചെന്നിത്തല ഇവിടെ ഇല്ലാതിരുന്നതും ഇതിനൊപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരുന്നതും. അപ്പൊ ഇവർക്ക് ഐക്യ മുന്നണിയാണെങ്കിൽ ഇവർക്ക് ഒട്ടും ഐക്യമൊന്നുമില്ല. ശരി, വ്യക്തമാണ് ആ പ്രതികരണം. അപ്പോൾ ഒരുപക്ഷെ തുടക്കത്തിലുള്ള ഒരു ചെറിയ കല്ലുകടികൾക്ക് ശേഷം കാര്യങ്ങൾ സുഗമമായി നീങ്ങിയേക്കാം. എന്നോടൊപ്പം ഷിജു യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട്. ട്രിക്സ് 4 എന്നോട് ഹായ് 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രിക്സിന് എൻ്റെ നമസ്കാരം. ലെറ്റ് ദ മ്യൂസിക്കൽ ചെയർ ബിഗിൻ എന്ന് പറയുന്നു. പ്രമോദ് നാനു പറയുന്നത് വയനാട് പറഞ്ഞ് ചിലർ വിരട്ടി, സീനിയർ ഓടി തള്ളി എന്നൊക്കെ പറയുന്നുണ്ട്. ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകരായ ആർ സുനിമോളുണ്ട് എന്നോടൊപ്പം. ഹായ് മനു എന്നൊക്കെ നമസ്കാരം മനു എന്നൊക്കെ പറയുന്നുണ്ട്. കിഷോർ കോന്നിയുണ്ട്. ജോയ് മാത്യു രജനീകാന്ത് എന്നുള്ള വാക്ക് നമ്മുടെ ശ്രീമതി സബീന ഉപയോഗിച്ചതിനോട് ചിരിക്കുന്നുണ്ട്. അവിടെ വിജയാണെങ്കിൽ ഇവിടെ രജനീകാന്ത് ആയിരിക്കും എന്ന ഒരു വാക്ക് പറഞ്ഞതിൽ ഒരു തമാശയായി കാണുന്നുണ്ട്. കൃഷ്ണദാസ് എന്നോട് പറയുന്നു ഇതുവരെ ഉറക്കമില്ലായിരുന്നു, ഇനി സ്വസ്ഥമായി ഉറങ്ങാമെന്ന് പറയുന്നു. സൗമ്യ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഗുഡ് ഈവനിങ് സാർ, വയനാട് ത്രെറ്റനിങ് പോസ്റ്റർ ഹാസ് ഗുഡ് ഇമ്പാക്റ്റ് എന്ന് മിസ് സൗമ്യ, അവർ കോയമ്പത്തൂരിൽ നിന്നുള്ള നമ്മുടെ ഒരു പൊതുവേദി പ്രേക്ഷകയാണ്. അപ്പോൾ ഇന്നലെ അവരുമായിട്ട് സംസാരിക്കാനൊക്കെ എനിക്ക് കഴിഞ്ഞു. അപ്പോൾ അവരൊക്കെ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ആദ്യമായി വി ഡി സതീശന് അഭിനന്ദനങ്ങൾ. വി ഡി സതീശൻ നല്ല ഭരണം കാഴ്ചവെക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാമെന്ന് പറയുന്നു. സുനിൽ എനിക്ക് നമസ്കാരം പറയുന്നുണ്ട്. ശ്രീ സുബൈർ എന്നോടൊപ്പം ചേരുന്നു. സുബൈർ ആദ്യ ദിവസം തന്നെ കല്ലുകടിയാണല്ലോ, ഇത് എന്താണിത്?
ഇത്രയും ദിവസമായിട്ടും പ്രശ്ന പരിഹാരമായില്ലേ? നമസ്കാരം. നമസ്കാരം. അതായത് ആദ്യം വി ഡി സതീശന് അഭിനന്ദനങ്ങൾ. അത് കൂടാണ്ട് എന്താ പറഞ്ഞു വന്നത്, രമേശ് കല്ലുകടിയാന്ന് പറഞ്ഞു. അല്ല, കല്ലുകടിയാന്ന് പറഞ്ഞു. അത് കുഴപ്പമൊന്നുമില്ല, കല്ലൊന്നും കടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നിങ്ങൾ രക്ഷപ്പെട്ടില്ലേ? ന്യൂസ് 18 മനുവും കിരണൊക്കെ രക്ഷപ്പെട്ടല്ലോ. ഇനി നിങ്ങൾ ഇതിന് മറുപടി പറഞ്ഞല്ലോ. മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ട കാര്യമില്ലോ. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് എവിടെ സാറേ? അതൊരു ചോദ്യം. അത് വരും എന്ന് പറഞ്ഞു. അത് ഇത് പ്രഖ്യാപിച്ച ഉടനെ തർക്കമൊന്നുമില്ല. എന്ന് വരും. ഇല്ല, തർക്കത്തിലുള്ള ആൾക്ക് പറ്റില്ല. ഈ പിണറായി വിജയന് ഒന്നാമത് അല്ലെങ്കിൽ ആൾക്ക് വയ്യ. അതിലിടയ്ക്ക് ആള് ഈ യങ്സ്റ്റേഴ്സിന്റെ അടുത്ത് ഒരു ഒച്ചമ ഉണ്ടാക്കാൻ നിൽക്കുക. എന്താ ആളെടുത്ത് വെട്ടേണ്ട സമയത്ത് ഇയാൾ മിണ്ടാണ്ട് ഇയാൾക്ക് മിണ്ടോ? ഇയാൾ നോട്ടിൽ പഴയ ഡീസൽ വണ്ടി കയറുന്ന മാതിരി പതുക്കെ ഗീറൊക്കെ മാറ്റി വരുമ്പോഴത്തേനും അവിടെ അടി തുടങ്ങും. ഇതൊക്കെ സൂപ്പറായിട്ട് ഒരു തുടങ്ങേണ്ടത് തീരുമാനിക്കേണ്ടതിന് ധാരാളം സമയമുണ്ട്. അല്ലല്ല എന്താ ധാരാളം സമയം. മറ്റന്നാള് ഈ തിങ്കളാഴ്ച സഭയിലെത്തുമ്പോഴേക്കും അവർക്ക് തീരുമാനിച്ചാൽ മതി. ഇല്ല, അന്ന് നടക്കൂല്ലോ. ഇപ്പൊ ഇവര് നമ്മുടെ സാറേ മനുസാറിന്റെ ചാനലടക്കം എന്താ പറഞ്ഞ സുബേർ എവിടെ മുഖ്യമന്ത്രിയോടെ മുഖ്യമന്ത്രി ഞങ്ങൾ പുറത്തിറക്കി വിരിയിച്ച് പുറത്തേക്ക് എടുത്തു. ഒക്കെ തെറ്റ് പറ്റിയിട്ടുണ്ട്, ഡീല് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അതിപ്പോ ഇങ്ങനത്തെ ഒരു പാർട്ടി എന്റെ പേരല്ലേ, മറ്റുള്ളവരും മിണ്ടാൻ പറ്റില്ലല്ലോ. അവര് തുടർന്ന് ഭരണം കാരണം ഇതിൽ തുറന്നു പറയാം, അഭിപ്രായം പറയാം, അതൃപ്തി പ്രകടമാക്കാം, പറയാം, ആർക്കും പറയാം. ഏത് പക്ഷെ ഞാൻ പറയുന്നത് എല്ലാം കഴിഞ്ഞിപ്പോ ഒരു തീരുമാനത്തിൽ എത്തിയല്ലോ. ഇനി ഒന്നിച്ചു പോവോ? ഇനി എന്തൊന്നിച്ച് പോകാൻ ബുദ്ധിമുട്ട് അതൊക്കെ ശരിയായിക്കോളൂ. ഇപ്പൊ പുതിയൊരു കല്യാണം കഴിച്ച വീട്ടിൽ വരുമ്പോ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ അതൊക്കെ കണ്ടീഷനായിട്ട് പോകണം. അതിനെ കുറിച്ച് ആലോചിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ മനുസാറും കിരൺ സാറും രക്ഷപ്പെട്ടില്ലേ? ഞാൻ രക്ഷപ്പെട്ടില്ല. ഞാൻ എല്ലാ ദിവസവും ഇവിടെ വരും. എനിക്ക് ആര് മുഖ്യമന്ത്രി ആയാലും സന്തോഷം. ഇപ്പൊ ഇന്നലെ തന്നെ ഒരു പരിപാടി വെച്ചിട്ട് അതിൽ കുറെ ആൾക്കാർ മുഖ്യമന്ത്രി എന്താ ചോദിച്ചു. വിഷയം വേറെ ആയിരുന്നു. ഞാൻ ഒന്നും വേണ്ടിയില്ല. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്തി ചെയ്ത്. അതല്ല വിഷയം. നമുക്ക് ആദ്യം അതിന്റെ പേരില് ഇനി എന്തൊക്കെ വരാനുള്ളതെന്ന് നോക്കിക്കോ. ഇനിയിപ്പോ അതേ ശരിയൊക്കെ പോലീസുകാരൊക്കെ വളരെ മാന്യന്മാരായിപ്പോ മൊത്തത്തില്. എല്ലായിടത്തും എല്ലാ കാര്യങ്ങളിലും ഇല്ലേ, എല്ലാ കാര്യങ്ങളിലും പിന്നിലും മുന്നിലൊക്കെ കണ്ണുണ്ടാവും. ജനങ്ങൾക്ക് എവിടെയും പോയി പ്രതിഷേധിക്കാനുള്ള കഴിവുണ്ട്. ഈ സഖാക്കളെ കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല. സാറിന് പ്രശ്നമുണ്ടെങ്കിൽ ഡയറക്ട് സ്റ്റേഷനിൽ ദൃശ്യങ്ങൾ കാണാം. വി ഡി സതീശന്റെ ഇത് ആഘോഷ ദൃശ്യങ്ങൾ കാണാം. അവിടെ നിന്ന് ആജ്ഞ എന്നോടൊപ്പം ചേരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആജ്ഞ സ്ത്രീകളൊക്കെ വളരെ ആവേശത്തിൽ നൃത്തം ചെയ്യുന്നതിന്റെ ഒരു ദൃശ്യമാണല്ലോ കാണുന്നത്. പ്രായഭേദമന്യേ ആളുകളുടെ ആ നൃത്ത ചൂടുകളിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാകുന്നത് ആജ്ഞ? എല്ലാവരും വലിയ സന്തോഷത്തിലാണോ? വമ്പൻ പരിപാടിയായി പോയി. ഷിയാസിനെ സംബന്ധിച്ച് എറണാകുളം പിടിച്ചടക്കി. എറണാകുളത്തെ 14 നിയോജക മണ്ഡലവും പിടിച്ചടക്കിയിരിക്കുകയാണ്. എന്തായാലും ഇത്രയും വലിയൊരു വിജയം കാഴ്ചവെച്ച ഷിയാസിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നമ്മുടെ മുഖ്യൻ വി ഡി സതീശനും എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് വലിയ സന്തോഷം പങ്കിടുകയാണ് എറണാകുളം. തന്നെയാണ് നമുക്ക് അറിയാം. മനുഭരത്ത് നേരത്തെ തന്നെ, അതായത് 3 ചേരികളെ തിരിഞ്ഞുണ്ടായിരുന്ന ക്ലാഷ് കേരളത്തിന് 11 ദിവസത്തിന് ശേഷം അവസാനമാവുകയാണ്. അവിടുത്തെ ഡ്രംസിന് ശബ്ദം കാരണം ആക്ടിയുടെ ഇത് കേൾക്കാൻ കഴിയുന്ന ഏതെങ്കിലും മുഖ്യമന്ത്രിയായി അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. വളരെ എന്തായാലും മാറ്റത്തിന് അനിവാര്യമാണ്. കേരളത്തിന്റെ മാറ്റമാണ്. 10 വർഷം കൊണ്ട് നമ്മൾ അനുഭവിച്ചതിന്റെ എല്ലാ മാറ്റത്തിന്റെ ഒരു തുടക്കമാണ്. ഒരു പുതിയ യുഗം, വീടി പറഞ്ഞതുപോലെ ഒരു പുതിയ യുഗമാണ് പിറക്കാൻ പോകുന്നത്. അതിന്റെ സന്തോഷത്തിലാണ് കേരളം മുഴുവനും. ഈ 11 ദിവസം കൊണ്ട് ഇന്ന് വരും എന്ന് പറഞ്ഞ
ഹൃദ്യമായ അഭിവാദ്യങ്ങൾ നേരുന്നതിനായി കേരളക്കര ഒന്നാകെ വി ഡി സതീശൻ എന്ന നേതാവിന് വേണ്ടി എല്ലാവരും ഒരേ സ്വരത്താൽ വി ഡി സതീശൻ സതീശൻ പോളിസി ഞങ്ങള് മുഖ്യമന്ത്രിക്ക് 1000 അഭിനന്ദനങ്ങൾ. അപ്പൊ ആജ്ഞ അവിടെ എല്ലാവരും വി ഡി സതീശന്റെ ആഘോഷ തിമിർപ്പിലാണ്. സ്ത്രീകളും ഒക്കെ അവിടെ നൃത്തങ്ങളൊക്കെ ചവിട്ടുന്നുണ്ട്. ആജ്ഞയും കുറേയൊക്കെ നൃത്തമൊക്കെ പഠിച്ചിട്ടുള്ള ആളാണെന്ന് എനിക്കറിയാം. അപ്പോൾ ആ നൃത്തമൊക്കെ കണ്ട് ആസ്വദിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് ഇങ്ങനെ പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടേയിരിക്കും. കാരണം മനോഹരമായ ദൃശ്യമാണ്, ആളുകൾ സന്തോഷിക്കുന്നതിൻ്റെ ദൃശ്യമാണ്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ആളുകൾ സന്തോഷിക്കുന്നു എന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഞാൻ ആജ്ഞയിലേക്ക് മടങ്ങി വരാം. രാജുക്കുട്ടി നമസ്കാരം. നമസ്കാരം. ആളുകളെല്ലാം ആഘോഷിക്കുകയാണ്. ഒത്തിരി ആവേശമാണ്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകണം. എ.കെ. ആന്റണിയുടെ വാക്കുകൾ കേൾക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴാഹ്ലാദം കാണിക്കുന്നു. ഇപ്പോഴൊരുപാട് പ്രശ്നങ്ങളുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, പിന്നെ എല്ലാ രീതിയിലും വിലക്കയറ്റം. ഇതിനെയൊക്കെ കൊണ്ടുപോകണം. നമ്മുടെ രമേശ് ചെന്നിത്തലയും KCയെയും എല്ലാവരെയും മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ വേണം ഭരണം ഇത് ചെയ്യാൻ. സന്തോഷ്. ഓക്കെ സാറേ, താങ്ക് യു. ഓക്കെ സന്തോഷ്. ഹലോ, ചുരുങ്ങിയ വാക്കുകളിൽ ഇങ്ങനെ പ്രേക്ഷകർ കാത്തു നിൽക്കുന്നു ധാരാളം. സന്തോഷം. ഞാൻ എപ്പം വിളിക്കുമ്പോൾ ചുരുങ്ങി വന്നതാ സാർ. ഒരു സെക്കൻഡ് പോലും എനിക്ക് കിട്ടുന്നില്ല. എന്റെ സന്തോഷം എല്ലാ ദിവസവും പ്രതികരിക്കുന്ന ആളല്ലേ. ഇതപ്പോ ഇല്ല, ഞാൻ 4-5 ദിവസം കൂടി ഇന്നലെ സന്തോഷം പ്രതികരിക്കാത്ത ഒരു ദിവസം പോലും പ്രതികരിക്കാത്ത ഒരു വിഷയമുണ്ടോ ന്യൂസ് 18 പൊതുവേദി? ഞാൻ പറയാം. ഇനി വി ഡി സതീശൻ ഈ അധികാരം കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം പുറത്ത് പ്രതിപക്ഷ നേതാവിനെക്കാട്ടിലും ബുദ്ധിമുട്ട് വരുന്നത് ഈ കോൺഗ്രസിന്റെ ഇടയിൽ നിന്ന് തന്നെയായിരിക്കും. കാരണം ഇവർക്ക് ഉള്ളിൽ എന്തായാലും ഈ KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കുമുള്ള ഒരു ബുദ്ധിമുട്ട് എന്തായാലും അത് പ്രകടിപ്പിച്ചല്ലേ ഇരിക്കും. പിന്നെ നിങ്ങൾ മാധ്യമങ്ങളോട് എനിക്ക് ഒന്ന് പറയാനുള്ളത്, മാധ്യമങ്ങൾ ഈ പെരുന്നയിലും പിന്നെ വെള്ളാപ്പള്ളിയുടെ അടുത്തും ഒന്ന് കുറയ്ക്കണം. കാരണം ഇന്ന് തന്നെ പിന്നെ സുകുമാരൻ പറഞ്ഞ വാക്കെന്ന് വെച്ചാൽ ലീഗ് നിർണയിച്ചു എന്നാണ് പറഞ്ഞത്. അതിൽ ഇപ്പം UDF ടീമായിട്ട് ഘടകകക്ഷിയാണ്. ആ ഘടകകക്ഷിയോട് അഭിപ്രായം ചോദിക്കുന്നത് ലീഗ് നിർണയിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. ജി സുകുമാരൻ നായർ അത് പറഞ്ഞ തീർത്തും തെറ്റാണ്. ജോസഫ് ഗ്രൂപ്പ് അവർ പറഞ്ഞിരുന്നു പിന്നെ MLA ആയി മത്സരിച്ചവരെന്നെ മുഖ്യമന്ത്രി ആവണമെന്ന് ഷിബു ജോൺ പറഞ്ഞിരുന്നു. എന്നാലും ഇവരെ രണ്ടാളെയും ഈ ജി സുകുമാരൻ നായർ പറഞ്ഞിട്ടില്ല. ലീഗിനെ മാത്രം ഹൈജാക്ക് ചെയ്തുകൊണ്ട് അതൊരു വല്ലാത്ത വർഗീയതയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൂടി ശ്രമിക്കുന്ന BJPയുടെ ലൈനിലേക്ക് നയത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ജി സുകുമാരൻ ശ്രമിക്കുന്നു. നേരത്തെ MN വിജയൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. അതായത് ഈ ജി സുകുമാരൻ സമസ്തയും വെള്ളാപ്പള്ളിയൊക്കെ ഒരാളെ അതികഠിനമായി വിമർശിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു ഔഷധ ഗുണം ഉണ്ടാവും എന്നൊരു നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ജി സുകുമാരൻ നായർ ഇവര് ഈ വി ഡി സതീശനെ പറയുന്നുണ്ടെങ്കിൽ വി ഡി സതീശൻ നല്ല ലൈനിലാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശരി, വ്യക്തമാണ്. അപ്പൊ ചുരുങ്ങിയ വാക്കുകൾ എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ. അപ്പൊ ഞാൻ ചുരുങ്ങിയ വാക്കെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ എന്ത് സംഭവിച്ചിരിക്കും എന്നിപ്പോ മനസ്സിലായില്ലേ? അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എനിക്ക് ആളുകളെ ശരി, ഓക്കെ, കറക്റ്റാണ്, കൃത്യമാണ്. അപ്പൊ സുനിൽകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. പിന്നെ ഈ അമീൻ എന്നോട് വനവാസം എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അപ്പോൾ വനവാസം അകലെയല്ല എന്നാണ് അമീൻ പറയുന്നത്. എന്താണോ വനവാസം അകലെയല്ല എന്ന് ഈ അമീൻ പറയാൻ കാരണം? മനുവ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടെന്ന് എന്നോട് ശശിധരൻ പിള്ള പറയുന്നു. BDS മുഖ്യമന്ത്രിയാകും എന്ന് പറഞ്ഞ് പന്തയം വെച്ചിരുന്ന 1000 രൂപ കിട്ടി. ഒരു അനുയായിയാണ് പന്തയം വെച്ചിരുന്നത്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ശശിധരൻ വയലാർ ചില സാമ്പത്തിക നേട്ടമൊക്കെ വരുത്തിയിരിക്കുകയാണ്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകും എന്ന് ബെറ്റ് വെച്ച് 1000 രൂപ നേടിയിരിക്കുകയാണ്. പക്ഷേ ഈ ബെറ്റിങ്ങൊക്കെ സാമ്പത്തികമായി ബെറ്റ് വയ്ക്കുന്നതൊക്കെ നിയമപരമായി തെറ്റാണ്. ശശിധരൻ വയലാർ അത് പെട്ടെന്ന് തന്നെ 1000 രൂപ തിരിച്ചു കൊടുക്കുകയോ അതെന്തെങ്കിലും മുട്ടായോ മറ്റോ വാങ്ങിച്ച് എനിക്ക് അയച്ചു തരികയോ ചെയ്താൽ ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാകാം. അല്ലാതെ ഇങ്ങനെ ബെറ്റ് വയ്ക്കുന്നത് അത്ര നല്ലൊരു കാര്യമല്ല എന്നാണ് നമ്മുടെ നിയമപരമായി ഉള്ളത്. അപ്പോൾ രഹസ്യമായിട്ട് വെക്കണം. ഏതായാലും ഇത് ഞാനിത് ആരോടും പറയില്ല. അപ്പോൾ ശശിധരൻ വയലാറും ഇതാരോടും പറയണ്ട. ഓക്കെ, ഗ്ലാഡിയേറ്റർ എന്നോട് പറയുന്നു രമേശ് ചെന്നിത്തല ഉടൻ തന്നെ ഗവർണറാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അത് BJPയിലേക്ക് പോകുമോ എന്നതാണോ എന്ന് എനിക്കറിയില്ല. ഡോക്ടർ MP മണി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകൻ. ഇതുവരെ അധികാരത്തിലിരുന്ന എല്ലാവരും ഇപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് കുറേ ഗ്യാരണ്ടികളാണ്. അപ്പോൾ നമുക്ക്
സ്വപ്നം കണ്ടി ഇരിക്കാം എന്ന് പറയുന്നുണ്ട്. സുനിൽകുമാർ എന്നോട് പറയുന്നുണ്ട്, ഒരു മന്ത്രിയായി പരിചയമില്ലാത്ത ആൾ ആദ്യം തന്നെ മുഖ്യമന്ത്രിയായാൽ എന്താകുമെന്ന് കണ്ടറിയാം. പിന്നെ എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റാൻ മാസം 11,000 കോടി അധികം കണ്ടെത്തണം. അത് എവിടെ നിന്ന് കണ്ടെത്തും എന്ന് അറിയില്ല. ഭരിക്കാൻ തുടങ്ങിയാൽ 6 മാസം കൊണ്ട് വനവാസത്തിന് പോകുമെന്ന് അമീൻ അൽ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അമീന് ഇത് വലിയ പ്രതീക്ഷയില്ല. ഇത് എത്ര ദിവസം മുന്നോട്ട് പോകും എന്നത് കാണാം എന്നാണ് അമീൻ പറയുന്നത്. കൃഷ്ണൻകുട്ടി നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അഖില ഐക്യമുന്നണി ഷിജു ഉണ്ട്. സുനിലിൻ്റെ കമൻ്റ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് സുനിമോൾ ചോദിക്കുന്നു. സന്തോഷ് വർമ്മ എന്നോട് പറയുന്നത്, വി ഡി സതീശൻ കൃത്യമായി ഉണ്ടാക്കിയ ഹൈപ്പ് കൊണ്ടാണ് മുഖ്യമന്ത്രിയായത്. മാക്കൂട്ടം ടീവിൻ്റെ മാവിന് മുകളിൽ കയറി ഇനി സോഷ്യൽ മീഡിയയിൽ കൂടെ എങ്ങനെ വീഡിയോ വീഴ്ത്താൻ പറ്റും എന്ന് വരും ദിവസങ്ങളിൽ കാണാം എന്ന് പറയുന്നു. ജോയ് മാത്യു എന്നോട് പറയുന്നു, കണ്ണേ കരളെ VDSA അത് പഴയ മുദ്രാവാക്യം VSA എന്നായിരുന്നു. അപ്പോൾ കണ്ണേ കരളെ VDSA എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. മണിമലയ്ക്ക് നമസ്കാരം. അങ്ങനെ അപ്പോൾ AK ആൻ്റണിയാണോ ജയൻ ചേട്ടൻ അപ്പോൾ എന്നോട് സദാശിവൻ നായർ ചേർന്നു. മനു, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ മേല. ഒന്ന് സതീശിനെ മുഖ്യമന്ത്രിയാക്കിയാൽ 2 വേണുവിനെ ആക്കാത്തത്, 3 കുറച്ച് ദിവസമായി സ്ഥിരമായി മനു പൊതുവേദിയിൽ വരുന്നുവെന്നത്. അപ്പോൾ 3 സന്തോഷ കാര്യങ്ങളാണ് സദാശിവൻ നായർക്ക് ഉള്ളത്. അതിൽ ഒന്ന് VD സതീശനായി, ഒന്ന് KC വേണുഗോപാലിന് കിട്ടാത്തത്, മൂന്നാമത് എന്നെ കാണുന്നതാണ്. അപ്പോൾ ശ്രീ സദാശിവൻ നായർ കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം വരുന്നതിന് കാരണം ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായില്ലേ. അപ്പോൾ അദ്ദേഹം എപ്പോഴും എന്നെ ഒന്ന് പ്രശംസിക്കുന്ന ഒരാളാണ്. അദ്ദേഹം വരുമ്പോൾ തന്നെ എനിക്കൊരു ആവേശം കൂടും. പിന്നെ സുനിമോൾ എന്നോട് പറയുന്നത്, RCAയും KCയും ഒരുമിച്ച് നിർത്തേണ്ട സതീശൻ്റെ കഴിവ് പോലെ ഇരിക്കും, അദ്ദേഹം അവരെ ഒരുമിച്ച് നിർത്തണം എന്ന് എന്നോട് പറയുന്നു. സുബ്രഹ്മണ്യൻ ചേരുന്നുണ്ട് പെരുമ്പാവൂരിൽ നിന്ന്. സുബ്രഹ്മണ്യൻ, നമുക്കിങ്ങനെ പ്രേക്ഷകർ ധാരാളം ഉള്ളതുകൊണ്ടാണ് ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം. സതീശൻ പൊളിച്ചടുക്കും. അപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ ആഘോഷമൊക്കെ നടക്കുന്നുണ്ട്, എന്താ സംഭവിക്കുന്നത്? ആവേശം നടക്കുന്നുണ്ട്. റോഡിൽ കൂടി ജാഥ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചു പോകുന്നുണ്ട്. ആണോ? അപ്പൊ ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ സതീശന്റെ അകത്തുള്ള പ്രശ്നമൊന്നും ബാധിക്കില്ല. സതീശൻ നേരെ സ്ട്രേറ്റ് ആയിട്ട് മുന്നോട്ട് പോകും. ആക്ഷൻ മാത്രം, റിയാക്ഷൻ ശ്രദ്ധിക്കുന്ന ഒരാളല്ല. ആരും പറയാത്ത പല കാര്യങ്ങളും ഇലക്ഷന് സമയത്ത് വെട്ടിത്തുറന്ന് പറഞ്ഞ ഒരാളാണ്. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് വേണ്ടത്. ഞങ്ങളൊക്കെ വളരെ സന്തോഷത്തിലാണ്. ഒരു സന്തോഷം കൂടെ പറഞ്ഞിട്ട് നിർത്താം. എന്റെ ഭാര്യ സിംഗപ്പൂരിൽ ഇരുന്ന് നമ്മുടെ പരിപാടി കൃത്യം 4 മണി തൊട്ട് 5 മണി വരെ എന്നും കാണുന്നുണ്ട്. ഞങ്ങൾ അഭിപ്രായങ്ങളും പങ്കുവെക്കുന്നുണ്ട്. സിംഗപ്പൂരിൽ നിന്ന് പറയുമ്പോൾ 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അവിടെ 6:30 ആവും നമ്മുടെ പരിപാടി തുടങ്ങുമ്പോ. സിംഗപ്പൂരിലിരുന്ന് നമ്മുടെ പരിപാടി കാണുകയാണ് ഭാര്യ, ഭർത്താവ് പെരുമ്പാവൂരിലിരുന്ന് കാണുകയാണ്. അപ്പൊ നമ്മുടെ പരിപാടി അങ്ങനെ ഒരു ആഗോള ആശയവിനിമയ പരിപാടിയായി മാറുകയാണ്. ഞാനവിടെ പരിചയപ്പെടുത്തിയപ്പോ അതിനുശേഷം അവള് നമ്മുടെ 4 മണി തൊട്ട് 5 മണി വരെ എന്ത് പണി ഉണ്ടെങ്കിലും ഹോംമെയ്ഡായിട്ട് വർക്ക് ചെയ്യാണ്. എന്ത് പണി ഉണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് നമ്മുടെ ചാനലിൽ ചേരും. അപ്പൊ ഭർത്താവിന്റെ പ്രതികരണങ്ങൾ എങ്ങനെയുണ്ടെന്ന് ഭാര്യ വിലയിരുത്തുന്നുണ്ട് അല്ലേ? അപ്പൊ ഏതായാലും സന്തോഷം. ഭാര്യയ്ക്കും യൂട്യൂബിൽ വായിച്ചതുപോലെ മനസാറിനെ കാണുന്നതും ഞങ്ങൾക്കൊരു സന്തോഷമാണ്. ഭാര്യ പറഞ്ഞു, ഭാര്യ മനസാറിന് ഒരു പേരിട്ടുണ്ട്, അത് പറയുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല, നല്ല പേരല്ലേ? കോട്ടൂരാൻ കോട്ട ഉള്ളത് കൊണ്ട് കോട്ടൂരാൻ. ശരി, കൊള്ളാം. അപ്പൊ ഭാര്യ എന്താ ചെയ്യുന്നത്? ഭാര്യ അവിടെ ഹോം നേഴ്സായിട്ട്. ഓക്കെ. അപ്പൊ നഴ്സിംഗ് രംഗത്താണ്. അത് ഒരു വലിയ മഹത്തരമായ ഒരു ജോലി കൂടിയാണ്. കാരണം ആളുകളെ പരിചരിക്കുക എന്നത്, അല്ലെങ്കിൽ നഴ്സിംഗ് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും നമ്മൾ ഭൂമിയിലെ മാലാഖമാർ എന്നാണ് അവരെ വിശേഷിപ്പിക്കാറുള്ളത്. ഏതായാലും അത് അത്തരം മഹത്തരമായ ജോലി ചെയ്യുന്ന ഒരാൾ നമ്മുടെ പൊതുവേദിക്കൊപ്പമുണ്ട് എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷം. മാത്രമല്ല അവിടുത്തെ കുടുംബാംഗങ്ങൾ കൂടെ ഉണ്ട്. നീ പെരുമ്പാവൂരിൽ വിളിക്കുന്നത് സുബ്രഹ്മണ്യൻ നീയാണോ എന്ന് എന്നോട് ചോദിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ. ശരി. അപ്പൊ ഏതായാലും അവിടെയുള്ള സിംഗപ്പൂരിലെ സുഹൃത്തുക്കൾക്കും നമ്മുടെ മറ്റു മലയാളികൾക്കും സിംഗപ്പൂറുകാർക്കും ഒക്കെ എൻ്റെ ആശംസകൾ അറിയിക്കാൻ ഭാര്യയോട് പറയണം. അപ്പോൾ കോട്ടൂരാൻ എന്നാണ് ഇപ്പോൾ എനിക്ക് പേരിട്ടിരിക്കുന്നത്. പക്ഷേ ഞാനൊരു ചെറിയ കോട്ട് ഇപ്പോൾ അതുകൊണ്ട് ഹാഫ് കോട്ടാണ് ഇടുന്നത്. അപ്പം സത്യത്തിൽ എനിക്കൊരു കോട്ടില്ല, ഞാൻ മറ്റുള്ളവരുടെ കോട്ടാണ് അധികം ഉപയോഗിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ വളരെ സന്തോഷം അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ഗ്ലാഡിയേറ്റർ എന്നോട് പറയുന്ന രമേശ് ചെന്നിത്തല ഉടൻ തന്നെ ഗവർണർ ആകാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ പറഞ്ഞു. ഓക്കെ. അപ്പോൾ സൗമ്യ എന്നോട് പറയുന്നത്, സോങ് ഫ്രം VDS to RC and KC, മുത്തേ പൊന്നെ പിണങ്ങല്ലേ, മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്നൊരു പാട്ടില്ലേ, എൻ്റെ കുറ്റം ചെയ്തു ഞാൻ, എന്തേ കുറ്റം ചെയ്തു ഞാൻ ഈ പാട്ട് അധികം കേൾക്കാത്തതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അത് കിട്ടിയില്ല. ഓക്കെ, ഇപ്പം എനിക്ക് മനസ്സിലായി. മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു. നമ്മുടെ തിലകനുണ്ടെങ്കിൽ നമുക്കിത് പഠിക്കായിരുന്നു. അപ്പോൾ സുനിൽകുമാറുണ്ട്, അമ്പട കള്ള മനുക്കുട്ട പിള്ളച്ചേട്ടൻ മുട്ടായി വാങ്ങി
കൊടുത്തരല്ലെങ്കിൽ പെടും എന്ന് പറയുന്നുണ്ട്. സുനിൽകുമാർ പറയുന്നുണ്ട്. അപ്പോൾ മിഠായി എനിക്ക് വാങ്ങിച്ച് അയക്കണമെന്നാണ് പറയുന്നത്. അജിത് കുമാർ മാറോളി പറയുന്നു, സുബൈറെ പ്രതിപക്ഷ നേതാവിനെ പ്രതിപക്ഷം തീരുമാനിക്കും എന്നാണ് പറയുന്നത്, താങ്കൾ ബേജാറാകേണ്ട. അപ്പം നിങ്ങൾ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിൽ ബേജാറായതുകൊണ്ടാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവിനും തീരുമാനിക്കുന്നതിൽ ബേജാറായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ജയകുമാർ പറയുന്നു സുനിൽ പിള്ള പിണങ്ങിയതിന് ശേഷം പിള്ളയുടെ കമൻറ്റ് മാത്രമേ വായിക്കുന്നുള്ളൂ എന്നാണ്. അങ്ങനെയല്ലേ, ഞാനെന്നും പിന്നെ ശശിധരൻ പിള്ളയുടെ കമൻറ്റ് വായിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഈ കമൻറ്റിലൂടെ ചില സർക്കാസമൊക്കെ നടത്തുമല്ലോ, അപ്പോൾ അത് രസമാണ്. പന്തയം വെച്ചിട്ട് ജയിലിൽ പോകുകയാണെങ്കിൽ കേരളത്തിൽ ജയിലിൽ പോകാൻ മാത്രമേ സ്ഥലമുണ്ടാകൂ എന്നോട് പറയുകയാണ് ശ്രീ ശശിധരൻ പിള്ള. അപ്പം ഞാൻ വിചാരിച്ച അദ്ദേഹത്തെ ഇത് പറഞ്ഞ് പറ്റിച്ച് കുറച്ച് മുട്ടായി വാങ്ങിക്കാമെന്നാണ്, പക്ഷേ നടന്നിട്ടില്ല. കേരളത്തിലൊരു നല്ല അഴിമതിരഹിത ഭരണം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് എന്നോട് നന്ദകുമാർ പറയുന്നു. വീഡിയാണ് നല്ലത്, ലോ കമാൻഡിന് പോലും തലകുനിക്കേണ്ടി വന്നു എന്ന് ജോയ് മാത്യു പറയുന്നു. ന്യൂസ് 18 പ്രവീണയ്ക്ക് നമസ്കാരം. അത് ശരി, കൊള്ളാം, പ്രവീണ അത് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ സെബാസ്റ്റ്യൻ എന്നോട് പറയുന്നത് ചെന്നിത്തല BJP വേണു തീർക്കുന്നു. അത് ഗോമാതാജി പറയുന്നു. പ്രദീപ് ന്യൂയോർക്ക് മുതൽ ക്രിസ്റ്റഫർ വരെ ന്യൂസിലാൻഡ് വരെ പ്രേക്ഷകരുള്ള പൊതുവേദിക്ക് എന്ന് ഗോമാതാജി പറയുന്നു. അതെ, ഇപ്പം നമുക്ക് സിംഗപ്പൂരിലും പ്രേക്ഷകരുണ്ട് എന്നിപ്പോൾ മനസ്സിലായി. അപ്പം ലണ്ടനിൽ നിന്ന് നമ്മുടെ ബ്ലൈറ്റി ഡേയ്സ് ഒക്കെ പൊതുവേദി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ പൊതുവേദി ഒരു ആഗോള മലയാളി സംഗമമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നു എന്നറിയുമ്പോൾ അതിലേറെ സന്തോഷം. അപ്പോൾ സെബീന സുൽഫി എന്നോട് പറയുന്നു ഞങ്ങളുടെ വില്ലയിലെ എല്ലാവരും ഇപ്പോൾ പൊതുവേദി പ്രേക്ഷകരാണെന്ന് പറയുന്നു. വെരി ഗുഡ്. അപ്പോൾ ശ്രീമതി സെഫീനയുടെ വില്ലയിലെ എല്ലാവരും പൊതുവേദി പ്രേക്ഷകരാണെന്ന് അറിയുമ്പോൾ അങ്ങേയറ്റത്ത് സന്തോഷം. അവിടുത്തെ വില്ലയിലെ എല്ലാ ആളുകളോടും എൻ്റെ അന്വേഷണം പറയണം. അവർ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ അന്വേഷിക്കുന്നു. ദേ ഓൾ ലൈക്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതൊക്കെ എനിക്കൊരു എന്താ പറയുക, രോമമൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ശരത്തിനെ ഒന്ന് വിളിക്കാം. അപ്പോൾ ശ്രീമതി സെബീനയുടെ വില്ലയിലെ ആളുകളെ ഒക്കെ നമുക്ക് അവരുടെ ആശംസകൾ അറിയിക്കാം. ശരത്ത് എന്നോടൊപ്പം ചേരുന്നു ബാലരാമപുരത്താണ്. ശരത് നമസ്കാരം. അപ്പോ കോൺഗ്രസ് പാർട്ടി അധികാരത്തിലെത്തുമെന്ന് ഞാൻ മുൻകൂട്ടി പ്രവചിച്ചത് സത്യമായിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ മുട്ടായി തന്നേ പറ്റൂ. എന്തായാലും അത് ആ പ്രവചനം സത്യം. ഇനി ഭരണത്തിൽ ഒരു കാരണവശാലും ഇനി ഈ എല്ലാവർക്കും അവരെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല ഭരണം. ഇപ്പൊ ആഘോഷം നമ്മൾ ടിവിയിൽ കാണുന്നുണ്ട്, എത്രത്തോളം അവർ സന്തോഷിക്കുന്നുണ്ട്, ആഘോഷിക്കുന്നു. അപ്പൊ ആ ആഘോഷം നിലനിർത്തി 5 വർഷം നല്ല രീതിയിലൊരു ഭരണം നടത്തി മുമ്പോട്ട് പോട്ടെ. ഞാൻ ഈ ആഘോഷം കണ്ടിട്ട് ഞെട്ടുകയാണ്. കാരണം നമ്മുടെ സ്ത്രീകളൊക്കെ മനോഹരമായി നൃത്തം ചെയ്യുന്നു. അവർ തികഞ്ഞ ആവേശത്തിലാണ് കേട്ടോ. രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, പക്ഷേ സ്ത്രീകളൊക്കെ അങ്ങനെ തെരുവിലിറങ്ങി ഒരു വലിയ വിജയം ആഘോഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആജ്ഞയും അവിടെയുണ്ട്. പുരുഷന്മാർക്ക് പക്ഷേ സ്ത്രീകളുടെ അത്ര ഡാൻസ് കളിക്കാനൊന്നും അറിയുന്നില്ലെന്നാണ് ഞാൻ തോന്നുന്നത്. ചില ആളുകൾ പ്രായമൊന്നും ഈ ഡാൻസിനൊരു പ്രശ്നമല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്നോടൊപ്പം ഡേവിഡ് വിജയ് കൂടി ജാംനഗറിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ഡേവിഡ് വിജയ്, ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ സമയം ഇങ്ങനെ അതിക്രമിച്ചു പോകുന്നു. ഓക്കെ, വി.ഡി. സതീശൻ ഈ പൊസിഷനിൽ എത്തിയത് കൊള്ളാം. പിന്നെ അവരുടെ ഇന്റേണൽ സ്ക്വാബിൾസ്, അതായത് ഉള്ള ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊന്നും അല്ല പ്രോബ്ലം കിടക്കുന്നത്. സംസ്ഥാനം സാമ്പത്തികമായിട്ട് വളരെ പുറകിലാണല്ലോ. അതിൽ നിന്ന് അദ്ദേഹത്തിന് അത് പൊക്കിക്കൊണ്ടുവരണം. ഹി ഹാസ് ഗോട്ട് എ വെരി ബിഗ് ടാസ്ക് അഹെഡ് ഓഫ് ഹിം. പിന്നെ അദ്ദേഹം ഇതിൽ സഖ്യകക്ഷികൾ വളരെ കൂടുതലുള്ള, അതിലൊരു സഖ്യകക്ഷിയെ നല്ല വർഗീയ ചുവയുള്ള രീതിയിൽ അയാളുടെ ആളാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇതിലും ഒക്കെ കണ്ടു. ഒരു ഡൽഹി ബേസ്ഡ് ഒരു ജേർണലിസ്റ്റ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും, അദ്ദേഹം ഈ അഗ്മോരെ സ്പോൺസർ ചെയ്തത് ആരാണ് പിന്നെ ഞാൻ പറയുന്നില്ലല്ലോ, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ളവരാന്നൊക്കെ ഉള്ളത്. ഈ വക ആരോപണങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിന്ന് ഇനി ഒരു നല്ല സാമ്പത്തികമായിട്ടും സംസ്ഥാനം ഏതായാലും നമ്മുടെ ഒക്കെ കൂടിയാണല്ലോ, കോൺഗ്രസിന്റെ മാത്രമല്ല. അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പൊ എന്നോടൊപ്പം മറ്റൊരു പ്രേക്ഷക കൊല്ലത്ത് ചേരുന്നുണ്ട്. അമ്പി എന്നാണ് പേര്. നമസ്കാരം. ആ, ശ്രീ അമ്പി, കൊല്ലത്ത് എവിടെ നിന്ന്? അങ്ങോട്ട് ഭരണത്തിനും മറ്റാരും ശ്രീ അമ്പിക്ക് അങ്ങോട്ട് ഞാൻ പറയുന്നത് കേൾക്കാമോ? കൊല്ലത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കുളത്തൂപ്പുഴയിൽ നിന്നാണ്. കുളത്തൂപ്പുഴ മനോഹരമായ സ്ഥലമാണ്. എനിക്ക് അവിടെ കുറച്ച് ആളുകളെയൊക്കെ അറിയാം. അപ്പൊ അവിടെ ശ്രീ അമ്പി എന്താ ചെയ്യുന്നെന്താ? ഞാനിവിടെ തൊഴിലുറപ്പിന് പോകുന്ന ആളാണ്. അപ്പൊ ഇന്ന് പണിയൊക്കെ പോകാതെ റെസ്റ്റ് എടുക്കുകയാണോ അതോ? പണിയേ ഇല്ല, ആ തൊഴിലുറപ്പേ ഇല്ല. അതൊക്കെ ഇനി ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ. അതെ, പുതിയ മുഖ്യമന്ത്രി വന്നിട്ട് അറിയാം. അത് ശരി. ഇതൊന്നുമല്ല, കോൺഗ്രസ്സുകാരെ തടസ്സം ചെയ്യൂ, മറ്റൊരു പാർട്ടിക്കാരും ഒന്നും ചെയ്യില്ല. അവർക്ക് അവര് തന്നെ ഗ്രൂപ്പ് വഴക്കോ അടി ഇനിയിപ്പൊ തുടങ്ങിയേക്കും. അടി തുടങ്ങും, കൃത്യമായി തുടങ്ങിയിരിക്കും. നമുക്കിത് അറിയാമല്ലോ. അങ്ങനെയാണ് അവരെ പോക്ക്. ആ മുതലേ കല്ലുകടി
മുഖ്യമന്ത്രിയുടെ ഉടുപ്പ് എന്താക്കി വെച്ചിട്ട് ഈടാക്കാതെ മരിച്ചു പോകും മുഖ്യമന്ത്രി അല്ലെങ്കിൽ. അങ്ങനെയാണ് ഇപ്പൊ രമേശ് ചെന്നിത്തല മാറി നിൽക്കുന്നത് ശരി, അപ്പൊ തന്നെ സാറേ അല്ലേ? എനിക്കറിയില്ല. അപ്പൊ അതൊക്കെ നേരത്തെ ഉടുപ്പ് കൊണ്ടും തച്ചു വെച്ചിട്ടിരിക്കുന്ന മുഖ്യമന്ത്രി ആവാൻ. അതൊക്കെ അത് ഇരുന്നില്ല അവരൊക്കെ മുഖ്യമന്ത്രി കിട്ടിയില്ലെങ്കിൽ മരിച്ചു പോകും. ശ്രീ അമ്പി, മുഖ്യമന്ത്രി ആകാനൊക്കെ ആളുകൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അവര് ദീർഘകാല രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നു. സ്ഥാനമാനം മാത്രം മതി. അതാണ് അവരെ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സ്ഥാനമാനങ്ങളും മുഖ്യമന്ത്രിയൊക്കെ ആകാനല്ലേ, അല്ലാണ്ട് ഞാൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്ഥാനമാനങ്ങൾ ആരെങ്കിലും പോവോ? കണ്ടറിയാ. ഇപ്പൊ മുന്നോട്ട് പോട്ടെ. കറണ്ട് പോയി. അപ്പൊ നമ്മുടെ എന്നോടൊപ്പം ശ്രീ രാധാകൃഷ്ണൻ പത്തനാപുരത്ത് നിന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ? ശ്രീ രാധാകൃഷ്ണൻ. ഓക്കെ. ആ, ശ്രീ രാധാകൃഷ്ണൻ പത്തനാപുരത്തുകാരനാണ് അല്ലേ? ആണല്ലോ. അവിടെ ഈ എന്തുകൊണ്ടാണ് ശ്രീ രാധാകൃഷ്ണൻ ഈ കെ വി ഗണേഷ് കുമാർ തോറ്റുപോയത്? തോറ്റുപോയെന്ന് വെച്ചാൽ UDF നിന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൽ നിന്ന സമയത്ത് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചതാ. കാര്യം ഇടയ്ക്ക് വെച്ച് നാടിയ കാര്യങ്ങൾ കാണിച്ചത് കൊണ്ട് ജനങ്ങൾ 25 വർഷം കൊണ്ട് ശ്രമിച്ചു. നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയത്തില്ല. കാര്യം അങ്ങനെ കാര്യങ്ങൾ ജനങ്ങൾ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ നമ്മുടെ പുതിയ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരികയാണ്. ഇത് വളരെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാവരെയും ഒത്തുചേർത്തുകൊണ്ട് VD സതീശന് മുന്നോട്ട് നയിക്കാൻ കഴിയുമോ? പറ്റും. പറ്റും പറ്റും. കാര്യം ഈ 5 വർഷക്കാലം കൊണ്ട് VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന സമയം തൊട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഏതായാലും അവിടെ നിന്ന് പ്രതികരിച്ചതിന് സന്തോഷം. മനോജ് എന്നോടൊപ്പം ചേരുന്നത് പത്തനംതിട്ട. മനോജ്, ചുരുങ്ങിയ വാക്കുകളിൽ. അതേ, നമ്മള് ഒരു ഡിസർവിംഗ് കാൻഡിഡേറ്റ് ആണ്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് പിന്നെ പ്രതിപക്ഷത്ത് വരുന്ന അതിനെ ഫൈറ്റ് ചെയ്ത് ഇതിനെല്ലാം ലീഡ് ചെയ്യാൻ കഴിയുന്ന ഒരാള്. അതെന്തു ആയിക്കോട്ടെ, കോൺഗ്രസിന്റെ അകത്തെ ഗ്രൂപ്പ് ആയാലും അല്ലാതായാലും അതെല്ലാം ഇതിനെ നേരിട്ടാണ് ഈ പൊസിഷനിലെത്തിയത്. പക്ഷെ അദ്ദേഹത്തിന് മുമ്പിലുള്ള ഒരു പ്രശ്നം വരാൻ പോകുന്നത് ഈ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം വരും. ആ ഫണ്ട് കണ്ടെത്തുക എന്നുള്ളത്. ഇപ്പൊ തന്നെ ഈ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടില്ല, അതിന് അവർക്ക് ടെക്സ്റ്റ് ബുക്കിന് 300 കോടി കൊടുക്കണം. അതുപോലെ ജീവനക്കാരുടെ കൊടുക്കണം. KSRTC ഇപ്പൊ പുതിയ സംവിധാനം വരാൻ പോകുന്നത്. ഏതായാലും നമുക്ക് ആ AK ആന്റണിയുടെ പ്രതികരണം ഒന്ന് പ്രേക്ഷകർ കേൾക്കേണ്ടതാണ്. VD സതീശനെ കണ്ടതിന് ശേഷം AK ആന്റണി എന്താ പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് ഞാൻ വരാം പ്രേക്ഷകരിലേക്ക്. ഇത് പാപ്പരായ സംസ്ഥാനമാണ്. 2001 ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തേക്കാൾ 10 ഇരട്ടി, അതിനേക്കാൾ 10 ഇരട്ടിയിൽ കൂടുതൽ സാമ്പത്തികമായി തരിപ്പണമായ ഒരു സംസ്ഥാനമാണ്. ആർക്കും അറിയില്ല കേരളത്തിൽ നിന്നത്തെ സാമ്പത്തിക സ്ഥിതി. അത്ര തരിപ്പണമായി സംസ്ഥാനത്തെ ഒന്ന് കരകയറ്റാൻ സതീശന് സാവകാശം നൽകണം, സതീശനെ സഹായിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. സതീശനും ടീം UDFനും ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പിന്തുണ കൊണ്ട് മാത്രം ഒരു ഭരണാധികാരിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അതിനെക്കുറിച്ചൊക്കെ എന്നേക്കാൾ അനുഭവ സമ്പത്ത്, കാരണം എന്നേക്കാൾ ജനങ്ങളോട് കൂടുതൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ഒരു പ്രത്യേകമായ സിദ്ധി എൻ്റെ സഹപ്രവർത്തകൻ സതീശനുണ്ട്. അതുകൊണ്ട് എന്നേക്കാൾ ജനങ്ങളെ ഡയറക്റ്റ് പുതിയ കാലഘട്ടത്തിൽ പൊതുയുഗത്തിൻ്റെ, കാരണം ഇന്ന് അന്ന് പത്രങ്ങൾ മാത്രമേ ഉള്ളൂ, ഇന്ന് ചാനലും സോഷ്യൽ മീഡിയയും AIയുമുള്ള ഈ കാലഘട്ടത്തിൽ പറ്റിയ നിലയിൽ ജനങ്ങളോട് ശരിക്ക് സംവദിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവും കൂടി ഈ കാലഘട്ടത്തിലെ സുഹൃത്തുണ്ട്. അദ്ദേഹം അതിനേക്കാൾ ചെയ്യും. ഓക്കെ, വലിയ പ്രതീക്ഷയാണ് ശ്രീ AK ആന്റണി മുന്നോട്ട് വയ്ക്കുന്നത്. AK ആന്റണിയെ കണ്ട് VD സതീശൻ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഏതായാലും ഷിജു എന്നോട് പറയുന്നു, ടുഡേസ് ടോപ്പിക് റിമൈൻഡ്സ് മീ ഓഫ് ദ സീൻ ഫ്രം August 1 എന്നൊരു മൂവിയാണ്. ഓക്കെ, കുറച്ച് കടുത്ത മൂവിയാണ്. ഓക്കെ, അപ്പോൾ ചെന്നിത്തല BJPയിലേക്ക് എന്നൊക്കെയാണ് സെബാസ്റ്റ്യൻ CAയുടെ ഒരു പ്രതികരണം. അപ്പോൾ അത് സാധ്യമില്ല, അങ്ങനെ സംഭവിക്കില്ല എന്ന് ചില പ്രേക്ഷകർ എന്നോട് പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയായിരുന്നു സതീശൻ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരം പോയി NDA നേതാക്കളെയും കിഷോർ അദാനിയെയും കണ്ടത് എന്ന് അജിത് കുമാർ മാറോളിക് വിമർശിക്കുന്നുണ്ട്. PA ഏരിയയിൽ പറയുന്നു, വൈകിയെങ്കിലും ഒരു തീരുമാനമായെങ്കിലും ചില കല്ലുകടികൾ തുടക്കത്തിൽ തന്നെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. വാർത്ത കേട്ടത് ചെന്നിത്തല മുങ്ങിയെന്നാണ് കേൾക്കുന്നത്. ശരത് ബാലരാമപുരത്തിന് എന്തോ ഒരു മിഠായി എന്തോ അയക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ
ഷിജു. ഓക്കെ, രണ്ട് ക്യാമ്പിലും മുറുമുറുപ്പ് തുടങ്ങി. വൈകാതെ ഒരു പൊട്ടിത്തെറിയാണ് നമ്മുടെ PV ഏരിയയിൽ പ്രതീക്ഷിക്കുന്നത്. വൈകിയെങ്കിലും ഒരു തീരുമാനം ആയി എങ്കിലും കല്ലുകടിയാണ് അദ്ദേഹം ഇപ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ശ്രീ സൗമ്യ പറയുന്നത് താങ്ക് യു സോ മച്ച് ഫോർ അപ്ലോഡിങ് യെസ്റ്റർഡേസ് യൂട്യൂബ് ഷോർട്സ് എന്ന്. ശ്രീ സൗമ്യയുടെ യൂട്യൂബ് ഷോർട്സ് കൊടുത്തു എന്നാണ് അവർ പറയുന്നത്. സന്തോഷം. അപ്പോൾ അതിന് എനിക്ക് തംസപ്പും മറ്റേ ചുവന്ന പച്ച ഹൃദയം ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഹരിതാപമായ ആ ഹൃദയത്തിന് എൻ്റെയും അത്രയും നന്ദിയും സ്നേഹവും ഞാനും അറിയിക്കുകയാണ്. അഴിമതിരഹിത ഭരണം എന്നത് കോൺഗ്രസ് ഭരണത്തിൽ കേട്ടുകേൾവി പോലുമില്ല. കാണാൻ പോകുന്ന പൂരം എന്താവും. ഇങ്ങനെ കൃഷ്ണൻകുട്ടി നെഗറ്റീവ് ആകേണ്ട കാര്യമുണ്ട്. നമുക്ക് പ്രത്യാശിക്കാം അവർ നല്ല രീതിയിലുള്ളൊരു ഭരണം കാഴ്ചവെക്കും. പിന്നെ ആരോപണങ്ങൾ ഒക്കെ ധാരാളമുണ്ട്. അപ്പോൾ കോൺഗ്രസ്സുകാർ ഭരിച്ചിട്ട് അതിനുശേഷം 10 കൊല്ലം ഇടത് മുന്നണിയിലെ ആളുകൾ ഭരിച്ചു. അപ്പോൾ ഈ അഴിമതിയുള്ള ആളുകളെ പിടിച്ച് അകത്തിടാനൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അത് നമ്മളെല്ലാം എല്ലാവരെയും നെഗറ്റീവായി കാണേണ്ടതാണ് ഞാനും വിചാരിക്കുന്നത്. പ്രമോദ് നാണ് പറയുന്നു സാവകാശം, സ്ത്രീകളുടെ സൗജന്യ യാത്ര, പെൻഷൻ ഇതൊക്കെ ആയിരിക്കുമെന്ന് പറയുന്നു. മുൻകൂർ ജാമ്യമാണ് AK ആൻ്റണി എടുത്തത് എന്ന് പറയുന്നു നമ്മുടെ സുനിൽ കുമാർ. എന്നോടൊപ്പം അനിയൻകുട്ടൻ പത്തനംതിട്ടയിൽ നിന്ന്. അനിയൻകുട്ടൻ, ചുരുങ്ങിയ വാക്കുകളിൽ, സമയം ഇങ്ങനെ നമസ്കാരം. നമസ്കാരം. അനിയൻകുട്ടൻ സന്തോഷത്തിലാണ്. UDF-കാരനാണ്. VD സതീശൻ ആവുമെന്ന് പ്രതീക്ഷിച്ച ആളാണ് അല്ലേ? പിന്നെ അപ്പോൾ ഈ അനിയൻകുട്ടൻ വിചാരിച്ചതെല്ലാം നടക്കുന്നുണ്ടല്ലോ. ഉണ്ട്. അത് എന്താണത്? അനിയൻകുട്ടൻ്റെ നക്ഷത്രം എന്താ? എന്റെ നക്ഷത്രം തിരുവാതിര. ശിവന്റെ നക്ഷത്രമാണ്, വെറുതെ അല്ല. സാറേ, ഞാൻ ഇന്നലെ ഒന്നും വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ഇന്നലെ ഞാൻ ലേറ്റ് ചെയ്താ വിളിച്ചത്. 4:15 വിളിച്ചത്. അത് കുഴപ്പമില്ല. കിട്ടുമ്പോൾ നമുക്ക് സംസാരിക്കാം. അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനല്ലേ. എല്ലാ ദിവസവും കിട്ടിയെന്ന് വരില്ല. ചില ദിവസങ്ങളിൽ നമുക്ക് വേറെ ആൾ പറയുന്നത് കേൾക്കുകയും ചെയ്യും. അതെല്ലാം നമ്മൾ ക്ഷമിക്കണമല്ലോ. സാരമില്ല. എത്ര പേരാ, ഞാൻ തന്നെയല്ലേ വിളിക്കുന്നത്. എത്രയോ പ്രേക്ഷകർ വിളിക്കുന്ന ചാനലോട്ട്. നമ്മളിപ്പോൾ കാണിക്കുന്ന ദൃശ്യങ്ങൾ കോഴിക്കോട്ടിലെ നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർ നടത്തുന്ന ആഘോഷത്തിന്റെ ദൃശ്യമാണ്. അവിടെ പക്ഷേ എറണാകുളത്തെ പോലെ അത്ര ഡാൻസ് ഒന്നുമില്ല. എങ്കിലും പ്രവർത്തകർ വലിയ ആവേശത്തിൽ കൊടിയും ഇതൊക്കെ ആയിട്ട് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ശ്രീ അനിയൻകുട്ടൻ വിചാരിക്കുന്നു ഈ കോൺഗ്രസിനകത്ത് അടി ഉണ്ടാകുമെന്നാണോ, അതോ വെറുതെ വടിയെടുക്കൽ മാത്രമേ ഉണ്ടാവൂ? അത്രേ ഉള്ളൂ. ഒരു അടിയും ഉണ്ടാക്കില്ല. അത് കാലം കഴിഞ്ഞു പോയില്ലേ. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇപ്പം എന്ന് പറഞ്ഞാൽ ജൂനിയർ ജനറേഷനും കുട്ടികളും സ്ത്രീകളും ഒക്കെ ഇപ്പം നമ്മളെ ആരും സഹിക്കുമോ? അങ്ങനെ സഹിക്കാവുകയല്ല. അതിന്റെ ഒരു സിറ്റുവേഷനാണ് ഇപ്പം സജീവന് വിട്ടേക്കുന്നത്. അദ്ദേഹം 2016 മുതൽ അന്ന് പിന്നെ പ്രതിപക്ഷമായിരുന്ന ചെന്നിത്തല അന്നും സഭയ്ക്കാണ് തകർത്തതാണ് VD സതീശൻ. അന്ന് ചെന്നിത്തല എങ്ങനെയാണ് ചെയ്തത്? ഇന്നലെ ഒരു കുറെ വ്യക്തമാണ്. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ട് അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ, അങ്ങ് പറയുന്നതെല്ലാം കൃത്യവുമാണ്. അപ്പോൾ എന്നോടൊപ്പം എനിക്ക് സബീന എന്നോട് പറയുന്നത് അവിടുത്തെ വില്ലയിലെ ആളുകളുടെ വില്ല അസോസിയേഷൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അവരെപ്പറ്റി അപ്പോൾ അതിന് എനിക്കും അങ്ങോട്ടേക്ക് അതിയായ സ്നേഹമുണ്ട്. വില്ല അസോസിയേഷനിലെ ആളുകളൊക്കെ നമ്മുടെ പൊതുവേദി കാണുന്നു എന്ന് പറയുന്നതിൽ. അപ്പോൾ ഗോപാലകൃഷ്ണൻ കേശവൻ പിള്ള എന്നോട് പറയുന്നത് എക്സ്പെക്ടിങ് എ സ്പ്ലിറ്റ് ഇൻ കോൺഗ്രസ് പാർട്ടി എന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിക്കൂ നോക്കാം. അപ്പോൾ വാട്ട് ഈസ് യുവർ നക്ഷത്രം എന്ന് എന്നോട് ചോദിക്കുന്നു സൗമ്യ. ഞാനൊരു തമാശയ്ക്ക് ചോദിച്ചാൽ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ജ്യോതിഷമൊക്കെ പഠിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. കാരണം ഇപ്പോൾ എനിക്ക് ആളുകളെയൊക്കെ നിരന്തരം ഇടപെട്ട് ആളുകളുടെയൊക്കെ ഒരു മൈൻഡ് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ. അപ്പോൾ അർഫാൻ സിനാഹ് എന്നോട് പറയുന്നു എൻ്റെ നക്ഷത്രം മൂലമാണ്. അപ്പോൾ എല്ലാവരും അവരവരുടെ നക്ഷത്രങ്ങൾ ഇങ്ങോട്ട് പറയുകയാണ്. നോക്കാം, മൂലമൊക്കെ നല്ല നക്ഷത്രമാണ്. അപ്പോൾ ഇപ്പോൾ നല്ല കാലം വന്നിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അഴിമതി ഇല്ലാത്ത ഭരണമായിരുന്നോ മുമ്പ് എന്ന് അമ്പാടി എന്നോട് ചോദിക്കുന്നു. ജയകുമാർ പറയുന്നു കൃഷ്ണൻകുട്ടി 40 പശുക്കളും ഹെലികോപ്റ്ററും തിരിച്ചു കൊണ്ടുപോകേണ്ടി വരും എന്ന് പറയുന്നു. അപ്പോൾ ആളുകളൊക്കെ എൻ്റെ നക്ഷത്രവും ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. സ്വർണ്ണലത പറയുന്നു VD സതീശൻ തിരുത്തി അനുഭവവേദ്യമാക്കി തരും എന്ന്, അഴിമതിരഹിത ഭരണം അനുഭവവേദ്യമാക്കി തരും എന്ന് പറയുന്നു. കടത്തിൽ മുങ്ങിയ നമ്മുടെ കേരളം അധികമായി 10,000 കോടി രൂപ മാസം എങ്ങനെ കണ്ടെത്തും? സാലറി കൊടുക്കാനില്ലാതെ KSRTCയിൽ എങ്ങനെ സൗജന്യം കൊടുത്ത് മുന്നോട്ട് പോകും എന്നൊക്കെയുള്ള ചോദ്യമാണ്. അപ്പോൾ നക്ഷത്രം എന്താണെന്നുള്ള ചോദ്യം ഇങ്ങനെ തുടരുകയാണ്. ശ്രീമതി സൗമ്യ എന്നോട് ചോദിക്കുന്ന നക്ഷത്രം ഞാൻ പറഞ്ഞില്ലല്ലോ. എൻ്റെ നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ പൊതുവേദി ഇപ്പോൾ ഒരു ജ്യോതിഷ പരിപാടിയായി മാറുമെന്ന് സംശയം. ഏതായാലും ഞാൻ അനിഴ നക്ഷത്രത്തിലാണ് ജനിച്ചിട്ടുള്ളത്. അപ്പോൾ ജയകുമാർ എന്നോട് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുണർദം
നക്ഷത്രമാണ്. ജയകുമാർ, പുണർന്ന നക്ഷത്രം നല്ല നക്ഷത്രമാണ്, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ നക്ഷത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങേക്ക് ഒരു പട്ടാഭിഷേകമൊക്കെ നടത്തേണ്ടതാണ്. പക്ഷേ ഈ വനവാസ കാലമൊക്കെ ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി പട്ടാഭിഷേകത്തിൻ്റെ കാലമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതായത് വരുന്നു ശശിധരൻ പിള്ള, രേവതി നക്ഷത്രക്കാരനാണ്. അപ്പോൾ രേവതി നക്ഷത്രം നമുക്കറിയാലോ, സ്വതവേ വളരെ ബുദ്ധിമാന്മാരാണ്, ബുദ്ധിശക്തിയുള്ള ആളുകൾ ആണ് എന്നാണ് അവർ പറയുന്നത്. നല്ല എഴുത്തുകാർ, ചിന്തകർ ഒക്കെ ആകേണ്ടവരാണ്. പത്രപ്രവർത്തകർ രേവതി നക്ഷത്രക്കാർ ആവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ശശിധരൻ പിള്ളയുടെ അസാമാന്യമായ ആ ഒരു വൈഭവം, ആളുകളെ എഴുതി അത് ഫലിപ്പിക്കാനുള്ള വൈഭവം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നക്ഷത്രത്തിൻ്റെ ഭാഗമായിരിക്കും. ഞാൻ ഇതൊക്കെ തമാശയായിട്ട് പറയുന്നതാണ്, അത് ആരും ഗൗരവത്തിൽ എടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ഗോപിനാഥൻ എന്നോടൊപ്പം ചേരുന്നത് പാലക്കാട് നിന്നാണ്. ശ്രീ ഗോപിനാഥൻ, നമസ്കാരം. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, സാറ് ഈ പൊതുവഴി കൂടി ഒന്ന് അറിയിക്കാം. കുറെ ആശാ വർക്കർമാരുടെ സമരവും അവരുടെ കഷ്ടപ്പാടും, അതുപോലെ തന്നെ റിസോഴ്സ് ടീച്ചർമാരില്ലേ ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കുന്ന അവരുടെ കാര്യങ്ങളും ഒന്ന് പുതിയ മന്ത്രിസഭയിലേക്കൊന്ന് എത്തിക്കുക. എന്നാലും എന്താണെന്നറിയാമോ, കാരണം അവരുടെയൊക്കെ സങ്കടങ്ങൾ കാണുമ്പോഴേ എനിക്ക് വലിയ വിഷമ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അങ്ങ് പറഞ്ഞത് വളരെ 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 ഇതാണ്. അപ്പോൾ ഇപ്പോൾ അത് മൊത്തത്തിൽ നക്ഷത്രങ്ങളുടെ ഒരു കളിയെ മാറുകയാണ്. സുനിമോളുടെ നക്ഷത്രം രോഹിണിയാണെന്നാണ് എന്നോട് പറയുന്നത്. അപ്പോൾ രോഹിണി നല്ല നക്ഷത്രമാണ്. നൃത്തം, കലയൊക്കെ, പിന്നെ അലങ്കാരം, വസ്തുക്കൾ, ഫാഷൻ, കൃഷി, ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് നഴ്സിംഗ് തുടങ്ങിയ മേഖലകളിലൊക്കെ വ്യക്തിവൈഭവം തെളിയിക്കാൻ കഴിയുന്ന ഒരു നക്ഷത്രമാണ് നമ്മുടെ രോഹിണി. അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ചന്ദ്രദശയിനായതിനാൽ ആദ്യത്തെ 5 വർഷം അവർക്ക് ഏതാണ്ട് ചന്ദ്രദശയായിരിക്കും എന്നാണ് പൊതുവേ പറഞ്ഞ് കേൾക്കുന്നത്. അപ്പം ഇത് ഞാൻ ഈ ജ്യോത്സ്യൻ്റെ ഇതൊന്നും എനിക്ക് അത്ര അറിയില്ല, എങ്കിലും ഞാനിത് അറിയാവുന്നൊക്കെ പറയുന്നതേ ഉള്ളൂ. മുരളീധരൻ നായർ എന്നോട് പറയുന്നു, ജയകുമാർ ഒരു ചോദ്യം, നവകേരള യാത്രയിൽ ആളുകളെ തല്ലിച്ച പോലീസുകാരുടെ ഗതി എന്താകും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമസ്കാരം. അപ്പോൾ ഇതേ എല്ലാവരും നക്ഷത്രം എഴുതിയിടുകയാണ്. സുനിൽകുമാർ പൂരൻ നക്ഷത്രക്കാരനാണ്. ശ്രീ രാജൻ എന്നോടൊപ്പം ചേരുന്നു കൊല്ലത്തുനിന്ന്. ശ്രീ രാജൻ, എന്റെ നക്ഷത്രം തിരുവോണമാണ്. നല്ലതാണോ അല്ലയോന്നൊന്നും അറിഞ്ഞൂടാ. ഏതായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം ഈ UDF ഗവൺമെന്റ് കയറി ഉടൻ തന്നെ ഇപ്പൊ 200 MLA-മാരും MP-മാരും എല്ലാം കൂടെ ഡൽഹിക്ക് പോകുന്നു. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു. എല്ലാം വളരെ ഫ്രീ ആണ്. പ്ലെയിനിലൊക്കെ ഫ്രീ ആണ് എനിക്ക് തോന്നുന്നത്. ഇത് ടാക്സ് അടിക്കുന്ന ആൾക്കാരുടെ പൈസ ഒന്നും ചെലവാക്കുന്നില്ല. ഇവർ ദൂർത്തൊന്നും അടിക്കുന്നില്ല. പക്ഷെ പിണറായി വിജയൻ ഭയങ്കര ദൂർത്തായിരുന്നു. പക്ഷെ ഇവര് നോക്കി 10-11 ദിവസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടിരിക്കുക. ജനങ്ങളുടെ പൈസ എന്താ ഉള്ളത് ഓർമ്മയൊന്നുമില്ല. പക്ഷെ ദൂർത്തല്ല കേട്ടോ, അതൊന്നും ഞാൻ പറയത്തില്ല. പിന്നെ അന്തോണിച്ചൻ പറയുന്നു പിന്നെ കേരള ഗവൺമെന്റിൽ പൈസയൊന്നുമില്ല, വളരെ പട്ടിണിയാണ്. അതുകൊണ്ടാണ് പുള്ളി മോനെ സെൻട്രലിലോട്ട് പറഞ്ഞയച്ചത് BJPക്ക്. പിന്നെ ഈ ഇനിയും വരാൻ പോകുന്ന ഞങ്ങളുടെ ബിന്ദുകൃഷ്ണ പറഞ്ഞു, കൊല്ലത്തെ ബിന്ദുകൃഷ്ണ പറഞ്ഞു ഇങ്ങനെ 5 രൂപ പെട്രോളിന് കുറയ്ക്കും, പിന്നെ 200 യൂണിറ്റ് വരെയുള്ള വൈദ്യുതി ഫ്രീ ആയിട്ട് തരുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. നേരാന്നോ അല്ലയെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ തിരുവനന്തപുരക്കാരന്റെ നാള് പുണർന്നതാന്ന് പറയുന്നു. ആരെയും പുണരാൻ പോകല്ലെന്ന് പറയണം. കാരണം വെച്ചാൽ ബിന്ദുകൃഷ്ണ ആരെങ്കിലും പുണരാൻ പോയി 2-3 തവണ കാണിക്കുന്നത് കണ്ടു ഇവിടെ. ഓക്കെ സാറേ, ഓക്കെ. അപ്പോൾ വ്യക്തമാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ കുറേ പേർ എന്നോടൊപ്പം ചേരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ജോയ് മാത്യു വന്നിട്ട്, നൗ ഓൺവേർഡ്സ് ഫീ ബ്രസ് റൈറ്റ് ഫോർ ഓൾ ബോത്ത് മെൻ ആൻഡ് വുമൺ, വാവ് എൻജോയ് എന്ന് പറയുന്നു. ശശിധരൻ പറഞ്ഞ, മുരളി സാർ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നിന്നുള്ള യാത്രയെക്കുറിച്ച് പിതൃദോഷങ്ങൾ തീർക്കാനുള്ള ചടങ്ങുകളുണ്ടെന്ന് പറയുന്നത്. മൊത്തത്തിൽ ജ്യോതിഷവും ഇതുമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മൊത്തത്തിൽ ചർച്ച ചെയ്യുന്നത്. എൻ്റെ ആന്റണി സാറെ, ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോകുമ്പോൾ ഖജനാവ് കാലിയാക്കിയിട്ടാണ് പോയത്, അപ്പോൾ 4000 കോടി അവിടെ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ രാജൻ ചേട്ടൻ സമാധാനമായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷിജു പറയുന്നത് അദ്ദേഹത്തിൻ്റെ നക്ഷത്രം ചിത്തിരയാണെന്നാണ്. അപ്പോൾ ചിത്തിര നക്ഷത്രക്കാർക്ക് സാധാരണ പറഞ്ഞു കേൾക്കുന്നത് 40 വയസ്സിന് മുകളിൽ വരുമ്പോൾ അവർക്ക് നല്ല കാലം വരും, കൂടുതൽ അഭിവൃദ്ധി വരും എന്നൊക്കെയാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ അഭിവൃദ്ധിയൊക്കെ കിട്ടും. ഷിജുവിന് വലിയ അഭിവൃദ്ധിയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു അസംഷനാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. അപ്പോൾ എന്നോട് പിന്നെ ശ്രീമതി നമ്മുടെ മിനി ടീച്ചർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഗുഡ് ഈവനിങ് എന്ന് പറയുന്നു. ടീച്ചർ മോളുടെ നക്ഷത്രവും അനിഴമാണ് എന്നാണ് എന്നോട് പറയുന്നത്. അപ്പോൾ
വെറുതെ അല്ല, ഞങ്ങൾ രണ്ടുപേരും ഒരേ നക്ഷത്രം. അപ്പോൾ ടീച്ചർക്ക് എന്നോടുള്ള ഒരു സ്നേഹം, ഒരു പുത്രസ്നേഹം എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? മോൾക്കും എനിക്കും ഒരേ നക്ഷത്രമായതുകൊണ്ടാണ്. അപ്പോൾ നാൾ വെച്ചുള്ള കളി ഇനി നിർത്തിക്കോ, അതിന് എല്ലാവർക്കും നല്ലത്. ഞാൻ മീനത്തിലെ പൂര നക്ഷത്രക്കാരാണ്, എൻ്റെ അമ്മേ. ശരി, ഓക്കെ. വനവാസം കഴിഞ്ഞു സാറേ. 14 കൊല്ലത്തിൽ കൂടുതൽ ഹൈ റേഞ്ചിലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പുണർദ്ധം നക്ഷത്രമാകുമ്പോൾ വനവാസത്തിന് സാധ്യതയുണ്ട്. 14 കൊല്ലം ഹൈ റേഞ്ചിൽ ഇരിക്കുകയാണ് നമ്മുടെ ജയകുമാർ. അപ്പോൾ കുമാർ എന്നോട് പറയുന്നത് എനിക്ക് നല്ല സമയമാണ്, ഞാൻ ശുക്രദശയിലാണ്. എൻ്റെ ശുക്രദശ കഴിഞ്ഞു, ഞാനിപ്പോൾ സൂര്യദശയിലാണ്. അപ്പോൾ ശുക്രദശയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്നോട് പറയുന്നത് ബ്രഹ്മശ്രീ മനു ജ്യോതിഷിയാർ ആണ്, എന്നെ പരിഹസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോമാതാജി എന്നോട് പറയുന്നു 4:45 ആയല്ലോ, മണിമലയെ കാണുന്നില്ല. ന്യൂസ് 18 അങ്ങോട്ട് വിളിച്ച് കണക്ട് ചെയ്യുന്നു. അത് ശ്രീ മണിമല ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ട് വിളിച്ച് കണക്ട് ചെയ്യുന്ന പറയുന്നത് ശ്രീ മണിമല, കൃഷ്ണൻകുട്ടി മണിമല, ഞാൻ അങ്ങോട്ട് വിളിച്ച് അങ്ങ് കണക്ട് ചെയ്യാറായില്ലേ എന്നൊക്കെ ആളുകൾ എന്നോട് ചോദിക്കുന്നു. 4:45 അങ്ങക്ക് ഈ 4:45 ആകുമ്പോൾ കൃത്യം കോൾ കണക്ട് ആകുന്നത് എങ്ങനെയാണ്? നമസ്കാരം. നമസ്കാരം. അതെന്റെ ആളിന്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നത്. അതെയോ? എല്ലാ ദിവസവും ഈ സമയമാകുമ്പോ സമയം ഇന്നലെ എനിക്ക് ഈ സമയത്ത് കണക്ട് കിട്ടിയായിരുന്നു. പക്ഷേ പിന്നെ സമയം പോയി അവസാനം എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. സാരമില്ല, അങ്ങ് എല്ലാ നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം എനിക്ക് നിരാശയൊന്നുമില്ല. ഇത് നമ്മളിങ്ങനെ എല്ലാ ദിവസവും ചെയ്യുന്നതല്ലേ, അതിനകത്ത് കാര്യമൊന്നുമില്ല. ഇന്നൊരു എങ്ങനെ നോക്കിയാലും ഇന്ന് കേരളത്തിനെ സംബന്ധിച്ച് പൊതുവെ ഒരു സന്തോഷമുള്ള ദിവസമാണ്. പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരാൻ തീരുമാനിക്കുന്നു. ചില ആൾക്കാരൊക്കെ ആഗ്രഹിച്ച ആൾ തന്നെ മുഖ്യമന്ത്രി ആവുന്നു, ആൾക്കാർ ഡാൻസ് ചെയ്യുന്നു, അങ്ങനെ എല്ലാം നല്ല കാര്യം തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഈ കല്ലുകടിയാണ് സഹിക്കാൻ വയ്യാത്തത്. ഇന്ന് ഈ കല്ലുകടിയുടെ ആവശ്യം കോൺഗ്രസ്സുകാർക്കുണ്ടായിരുന്നോ? കോൺഗ്രസ് പാർട്ടി ഇങ്ങനെയൊക്കെയാണ് ശ്രീ കൃഷ്ണൻകുട്ടി മണിമല. അവര് ചിലപ്പോ കലഹിക്കും, അതൃപ്തികൾ തൊടുപുഴയില് മുസ്ലിം ലീഗുകാർ പ്രകടനം നടത്തിയപ്പോ ഈ സുകുമാരൻ നായരെയും പിന്നെ നടേശനെയൊക്കെ ചീത്ത പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? കാരണം അവരുടെ കൂട്ടത്തിലുള്ളവരും ഈ UDF നോട്ട് ചെയ്തിട്ടുള്ളവരല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം തുടക്കം ഇപ്പൊ വരാൻ പോകുന്ന എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞു, കാണാൻ പോകുന്ന പൂരം പറഞ്ഞ് കേൾപ്പിക്കണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ തുടക്കത്തിൽ ഇങ്ങനെ ഒരു കല്ലുകടി ഉണ്ടാക്കുക, രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെ പുറംവാതിൽ കൂടി രക്ഷപ്പെട്ടു പോകുക, KC വേണുഗോപാൽ ഞാൻ വേണമെങ്കിൽ എന്റെ AIC സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാമെന്ന് പറയുക, ഇതൊന്നും ഇന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരുന്നില്ലേ? എന്തുകൊണ്ട് അവർക്ക് ഒഴിവാക്കാൻ പറ്റിയില്ല? AK അന്ന് ചെയ്തത് എന്താണ്? അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം എടുത്തിരിക്കുന്നു. എന്താണ്? ഖജനാവ് കാലിയാണ്, അതുകൊണ്ട് സതീശനോട് കുറെ കാലത്തേക്ക് ആരും ഒന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അതൊക്കെ മുൻകൂർ ജാമ്യം എടുക്കല എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിന്റെ കൗശലമൊന്നും ഭരിക്കാൻ പോകുന്നവർക്ക് ഉണ്ടായി തീരണമെന്നില്ല എന്ന് ആന്റണിക്ക് തന്നെ സംശയമുണ്ട്. അതാണ് അവസ്ഥ. സമയം ഇങ്ങനെ അതിക്രമിച്ചുകൊണ്ടാണ്, 2 പ്രേക്ഷകർ കൂടി നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെയും അനിഴമാണെന്ന് ശ്രീമതി സൗമ്യ എന്നോട് പറയുന്നത്. അനിഴ നക്ഷത്രക്കാരുടെ കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ അനിഴ നക്ഷത്രത്തിലുള്ള ശ്രീമതി സൗമ്യയ്ക്കും എൻ്റെ ആശംസകൾ. അപ്പോൾ നമ്മൾ ഒരേ നക്ഷത്രക്കാരാണെന്ന് മനസ്സിലായില്ല, അതുകൊണ്ടാണ് നമുക്കൊരു സൗഹാർദ്ദം. ജയകുമാർ പറയുന്നു സാർ വളരെ കറക്റ്റാണ്. ഇപ്പം ഞാൻ എൻ്റെ പ്രവചനങ്ങൾ ഫലിക്കുന്നതാ. ജയകുമാർ പറയുന്നു ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്, ഇപ്പോൾ രാജകീയമായ സാഹചര്യമാണ് എന്ന് പറയുന്നു. മണിമലയോട് യോജിക്കുന്നു എന്ന് സുനിൽകുമാർ പറയുന്നു. തൊടുപുഴയിലെ കാര്യം മെയ് 16-നാണ് സുനിമോളുടെ പിറന്നാൾ. അപ്പോൾ നമുക്ക് പിറന്നാൾ ആഘോഷം വരട്ടെ, നമുക്കത് പൊതുവേദിയിലൊക്കെ ഗംഭീരമാക്കാം. ഞാനും എല്ലാവിധ ആശംസകളും നേരുന്നു. മെയ് 16 എന്ന് പറയുമ്പോൾ ഇനി സമയമുണ്ട് 2 ദിവസം. പക്ഷേ എങ്കിലും എന്തായാലും അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ ടു സുനിമോൾ. ഓക്കെ. അപ്പോൾ പിന്നെ എന്നോട് സായൂജ് ചേരുന്നുണ്ട്, രോഹിണി നക്ഷത്രക്കാരനാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ പേരിൻ്റെ ഒപ്പം നക്ഷത്രം എനിക്ക് എഴുതിയിടുകയാണ്. മനു പേടിക്കണ്ട, മനുവിന് നല്ല കാലത്ത് ഗുണം വരും എന്ന് ശശിധരൻ പിള്ള പറയുന്നുണ്ട്. എനിക്ക് എല്ലാ കാലവും നല്ല കാലം തന്നെ ശ്രീ ശശിധരൻ പിള്ള. അപ്പോൾ തിരുവാതിര നക്ഷത്രം ഇപ്പോൾ ഗാലറിയിൽ നിന്ന് കാണാതായി എന്ന് എന്നോട് സെബീന സുൽഫിയൊക്കെ പറയുന്നുണ്ട്. മൊത്തത്തിൽ നമ്മൾ സതീശൻ്റെ ഭാവി എങ്ങനെ എന്ന് ചിന്തിക്കാൻ ചേർന്ന പൊതുവേദി നമ്മുടെ ഭാവി എങ്ങനെ എന്നാണ് ഇപ്പോൾ പൊതുവെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ രഘുനന്ദനൻ തിരുമുല്ല വാരത്തിന് എന്നോടൊപ്പം ചേർന്നു. ശ്രീ രഘുനന്ദനൻ, നമ്മുടെ കമൻറ്റ് ഞാൻ എപ്പോഴും കാണാറുണ്ട്, പക്ഷേ പൊതുവേദിയിലേക്ക് അങ്ങ് വിളിക്കാറില്ല. എന്നാലും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഞാൻ ഈ കമൻറ്റ് കാണുമ്പോൾ മനസ്സിലാക്കും. തീർച്ചയായിട്ടും കൂടെ ഉണ്ട്. പിന്നെ വിളിക്കുമ്പം ചില സമയത്ത് സമയം കിട്ടുന്നില്ല വിളിക്കാൻ, ക്രമത്തിൽ ഒരുപാട് നേരം വിളിക്കുമ്പോഴേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഒരു 2 ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സൗകര്യമായിരുന്നു. 2 നമ്പറിലും അവരുടെ മാറി വിളിച്ച ഏതെങ്കിലും ഒരെണ്ണം കിട്ടും. ചില ചാനലിലൊക്കെ ഒന്നിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അതാണ് പ്രശ്നം. അങ്ങനെയാണോ?
അല്ല, ചില ചാനലുകാർ 2 നമ്പരൊക്കെ വെക്കാറുണ്ട്. അതിലേതെങ്കിലും കിട്ടുന്ന അവരെടുക്കാറുണ്ട്. പിന്നെ കമന്റ് അയക്കാറുണ്ട് മിക്കവാറും ദിവസങ്ങളിലും. പിന്നെ ഇപ്പം ഇത്രയും വോട്ട് എന്താ പറഞ്ഞ അപ്പൊ അങ്ങക്ക് ഈ പുതിയ സർക്കാരിൽ എന്ത് പ്രതീക്ഷയാണുള്ളത്? പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയില്ല. കാര്യം ഇപ്പൊ തന്നെ ഇത്രയും വോട്ട് നൽകി ജനങ്ങൾ വിജയിപ്പിച്ച സമയത്ത് തീർച്ചയായിട്ടും ഇത്രയും ദിവസം ജനങ്ങൾ അങ്ങ് മടുത്തു. ഇനിയിപ്പൊ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ എന്ന് പറയുന്നു. ഈ തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ നടക്കുമോ എന്നറിയത്തില്ല. ഇവര് 3 പേരെയും വിളിപ്പിച്ച് എല്ലാം റെഡിയാക്കി എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ 2 പേര് ഇപ്പോഴും അമർഷമാണ്. ഇപ്പൊ യഥാർത്ഥത്തില് പ്രതിപക്ഷം ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതിപക്ഷത്തിന്റെ ആവശ്യമില്ല. ഇവരിൽ തന്നെ പ്രതിപക്ഷമുണ്ട്. ഇവര് തന്നെ എല്ലാം കുട്ടിച്ചോറാക്കുന്ന ഒരു ലക്ഷ്യം. തീർച്ചയായിട്ടും സമയക്കുറവ് കൊണ്ടാണ്. അപ്പൊ അങ്ങ് പൊതുവേദിക്കൊപ്പം ഉണ്ടെന്ന് അറിയുന്നതും ഇന്ന് വിളിച്ചതിലും ഒക്കെ സന്തോഷം. ശ്രീമതി മേരി കോഴിക്കോട് നിന്നാണ് ചേരുന്നത്. ശ്രീമതി മേരി വി ഡി സതീശൻ കോട്ടയത്ത് നിന്നാണ്. ശ്രീമതി മേരി വി ഡി സതീശൻ ഫാനാണോ? ശ്രീമതി മേരി കേൾക്കാമോ? എനിക്ക് തോന്നുന്നു ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം സംഭവിച്ചു എന്ന് തോന്നുന്നു. ശ്രീ ഷാജി കൊല്ലത്തുനിന്ന്. ഷാജി, നമസ്കാരം. സമയമില്ല എന്ന് പറയുകയും ചെയ്തു. ഒരുപാട് സമയം വെറുതെ വേസ്റ്റ് ആവുന്ന നാളും ഒക്കെ പറഞ്ഞ് ആദ്യമേ ഒരു രസം ഉണ്ടായിരുന്നു. പിന്നെയും തുടർച്ചയായിട്ട് പറയുന്ന അരോചകമായിട്ട് തോന്നി. ഞാൻ എളുപ്പം പറയാം. നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പൊ അതോടൊപ്പം തന്നെ ഈ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ആശാവർക്കറുടെ കാര്യത്തിൽ 21,000 രൂപ ശമ്പളം കിട്ടത്തക്ക രീതിയിൽ. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഫ്രീ ആയിട്ട് ടു ആൻഡ് ഫ്രോ യാത്രയ്ക്ക് 5 പൈസ ചെലവില്ലാതെ യാത്ര ചെയ്യാൻ. അത് പിന്നെ വി ഡി സതീശൻ വന്ന് പറഞ്ഞതാണ്. അപ്പോ അത്തരത്തിലൊക്കെ ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ പെൻഷൻ 3,000 രൂപ പിന്നെ 3,000 രൂപയാവും. അതുപോലെ ഓരോ കാര്യങ്ങളും പിന്നെ വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കേരള ജനത അവരെ അധികാരത്തിലെത്തിയത്. അതുപോലെ തന്നെ ശ്രീമാൻ എ കെ ആന്റണി പറഞ്ഞതുപോലെ പിന്നെ ഇവര് തന്നെയാണ് പലപ്പോഴും പിന്നെ ഇവർക്കെതിരെ വന്നിട്ടുള്ളത്. അതായത് സോളാർ വിഷയമായാലും അതിനു മുമ്പ് നടന്ന നമ്മുടെ പിന്നെ ചാരക്കേസ് ആയാലും കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ കുത്തിപ്പൊക്കിയ വിഷയങ്ങൾ പ്രതിപക്ഷം കാലാകാലങ്ങളിൽ ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ്സുകാർ ദ്രോഹിച്ച കണക്ക് ഒരു പ്രതിപക്ഷ കക്ഷികളും ദ്രോഹിച്ചിട്ടില്ല. അപ്പൊ അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ എന്തായാലും ഗവൺമെന്റ് ഒക്കെ നല്ലതായിട്ട് വരട്ടെ എന്ന് മാത്രമാണ്. ഓക്കെ. അപ്പം എന്നോട് ഇപ്പം പി വി ഏരിയൽ പറയുന്നത്, മാഷെ ഈ നൂറ്റാണ്ടിൽ എന്ത് നക്ഷത്രം സീരീസ് കാര്യം പറയുന്നതിനിടയിൽ എന്തിന് തമാശയെന്ന്. നമ്മളെല്ലായ്പ്പോഴും എൻ്റെ ഏരിയയിൽ നമ്മളെപ്പോഴും ഇങ്ങനെ ഗൗരവത്തോടു കൂടി ഇരുന്നിട്ട് എല്ലായ്പ്പോഴും അതിസൂക്ഷ്മമായി കാര്യങ്ങളെ നിരീക്ഷിച്ച് ആശങ്കാകുലരായിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു തമാശ പറയാം, ചിരിക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഒരു നക്ഷത്രം എന്നുള്ള രീതിയിൽ പറഞ്ഞത് എല്ലാവരും അങ്ങനെ ഗൗരവത്തിലെടുത്തില്ല. ഇതൊരു തമാശയാണ്. ചില സമയങ്ങളിൽ നമുക്ക് തമാശയും വേണം. ജീവിതം അങ്ങേയറ്റത്തെ വിരസമാകുന്ന നിമിഷത്തിൽ നമ്മൾ ചിരിക്കാൻ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. ചിരിയാണ് ജീവിതത്തിൽ ഏറ്റവും നല്ല മരുന്ന് എന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ ചിരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മൾ കൂടുതൽ നാൾ ജീവിക്കുന്നു. സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ നമ്മൾ സംതൃപ്തിയോടുകൂടി ജീവിക്കുന്നു. അപ്പോൾ ചിരിക്കുക, കൂടുതൽ സന്തോഷത്തോടു കൂടി ഇരിക്കുക. കോൺഗ്രസ്സിൽ ഒരുപക്ഷെ അടിയുണ്ടാകും, പക്ഷേ അതും നമുക്ക് നാളെ പരിഹരിക്കപ്പെടും എന്നൊരു നല്ല പ്രതീക്ഷയോടുകൂടി നമുക്കും മുന്നേറാം. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കൂടുതൽ ജനോപകാരപ്രദമായ നടപടികളുമായി വരും എന്ന് പ്രത്യാശിക്കാം. ക്ഷേമ പദ്ധതികൾ മുൻനിർത്തിയുള്ള ഒരു പുതിയ സർക്കാരിനെ നമുക്കും ഉറ്റുനോക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.